യെശയ്യാപ്രവചനം 33-20 വാക്യം നമുക്ക് വായിക്കാം. Let's read Isaiah chapter 33 and verse 20. യെശയ്യാവ് 33-20 വാക്യം. The book of Isaiah chapter 33 and verse 20. നമ്മുടെ ഉത്സവങ്ങളുടെ നഗരമായ സിയോനെ നോക്കുക, നിന്റെ കണ്ണ് യെരുശലേമിനെ സ്വൈരനിവാസമായും ഒരിക്കലും നീങ്ങിപ്പോകാത്തതും കുറ്റി ഒരിക്കലും ഒരു നാളും ഇളകിപ്പോകാത്തതും കയറൊന്നും പൊട്ടിപ്പോകാത്തതുമായ കൂടാരമായും കാണും. അതിന്റെ ഫസ്റ്റ് ആൻസർ മാത്രമായി നമ്മുടെ ഉത്സവങ്ങളുടെ നഗരമായ സിയോനെ നോക്കുക. ദൈവത്തിന് മഹത്വം. Glory be to God. ഇന്ന് പൗർക്കാലം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഉത്സവത്തെ കുറിച്ചായിരിക്കും. This morning I would like to speak to you concerning feasts. ഇന്ന് ഈ ദിവസങ്ങളിലൊക്കെയും ദൈവമക്കൾ ഉത്സവം ആചരിക്കുകയായിരുന്നല്ലോ. All these days we were observing this feast. ഈ ഉത്സവത്തിൽ കൂടി വരുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതായ പരിവർത്തനം അല്ലെങ്കിൽ നേട്ടം എങ്ങനെ അത് പ്രാപിപ്പാൻ ഉത്സവം ആചരിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്കിത് പൗർക്കാലം ചിന്തിക്കാം. This morning let us meditate as to in which manner we have to observe a feast and what all alteration should be made in order to profit it. ഉത്സവം ആചരിക്കുന്ന ആ അനുഭവത്തിൽ അവർ പാലിക്കേണ്ടതായ ചില അനുഭവങ്ങളുണ്ട്. ചുരുക്കമായി ചില കാര്യങ്ങൾ ഞാൻ നമ്പറിട്ട് നമ്മോട് പറയാം. There are certain points which we have to observe when we keep a feast. In short, I would like to say certain points. ദൈവത്തിന് മഹത്വം. Praise be, glory be to God. ഉത്സവം ആചരിക്കുവാനായിട്ടാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. We have gathered together to keep a feast. ഒരു കൂട്ടർ ഉത്സവത്തിൽ സന്തോഷിക്കുന്നുണ്ട്, മറ്റു കൂട്ടർക്ക് ഇതില് ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല. A group of people rejoice in a feast, at the same time another group profited nothing. ഉത്സവം ആചരിക്കുക എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാകുന്ന ഒരു അനുഭവമാണ്. Keeping a feast signifies a change in life. ഉത്സവകാലത്ത് അനുഷ്ഠിക്കേണ്ടതായ ചില അനുഭവങ്ങളുണ്ട്. There are certain experiences which we have to observe in the time of a feast. ഞാൻ നമ്പറിട്ട് ചില വിഷയങ്ങൾ നിങ്ങളെ ഓർപ്പിക്കാം. I shall number it one by one. അതിലെ ചരിത്രങ്ങളൊന്നും പറഞ്ഞ് സമയം ചെലവഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. I do not want to spend my time going towards a history. ഒന്ന്, ഉത്സവങ്ങളുടെ ഇടയിൽ ഉത്സവം ആചരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരിക്കേണ്ടതായ പ്രധാന അനുഭവമാണ് ലൂക്കോസ് സുവിശേഷം 23-18 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. An important thing which we have to observe when we keep a feast is we read it in the Gospel according to Luke chapter 23 and verse 18. ലൂക്കോസ് 23:18. ഉത്സവം തോറും ഒരുത്തിനെ വിട്ടുകൊടുക്ക പതിവായിരുന്നു. ഉത്സവ സമയത്ത് തടവിലാക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ വിട്ടയക്കുന്ന ഒരു അനുഭവമാണ്. It was in the time of feast, it was that a person should be released. ഉത്സവം തോറും തടവിലാക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ, അവരെ പ്രധാനപ്പെട്ട വ്യക്തികളെ വിട്ടയക്കും. The vital persons who were imprisoned were released in the time of feast. തടവുകാരനെ വിട്ടയക്കുക എന്ന് പറയുമ്പോൾ നമ്മിൽ കുടികൊണ്ടിരിക്കുന്ന ദൈവഹിതമല്ലാത്ത സ്വഭാവത്തിന് ഒരു വിരാമം ഉണ്ടാക്കുക എന്നുള്ളതാണ്. This signifies that all natures which are found contrary to the divine nature should be cast away. ദൈവത്തിന് സ്തോത്രം. Praise be to God. അത് പറഞ്ഞാൽ ബന്ധനങ്ങളെ അഴിച്ചു മാറ്റുക എന്നുള്ളതാണ്. The cords will be loosened. നമ്മെ ബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ബന്ധനത്തെ അതിന് എന്നേക്കുമായിട്ട് അതിന് മോചനം കൊടുക്കണം. അതാണ് തടവുകാരനെ വിട്ടയക്കുന്ന ഒരു അനുഭവം. An eternal release from all kinds of bondages, and this signifies a man being imprisoned is released. അതിന് യെശയ്യാപ്രവചനം 58-6 വാക്യത്തിൽ വായിക്കുമ്പോൾ in Isaiah chapter 58 and verse 6 we read, അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. ദൈവത്തിന് സ്തോത്രം. Praise be to God. ബന്ധനങ്ങളെ അഴിക്കുക അല്ലെങ്കിൽ ബന്ധനത്തിലായിരിക്കുന്ന വ്യക്തികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു അനുഭവമാണ് ഉത്സവം. A feast is a day in which the bands are loosened and the oppressed are set free. നമ്മെ അന്യായമായിട്ട് ബന്ധിച്ചിരിക്കുന്ന ദൈവീയ മാർഗത്തിന് എതിരായിട്ട്, ദൈവപ്രവൃത്തികൾക്ക് എതിരായിട്ട് നമ്മെ ബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ആ പാപബന്ധനത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് ഒരു മോചനം കൊടുക്കണം. അതാണ് ഉത്സവങ്ങളിൽ ഒരു വ്യക്തിയെ വിട്ടയക്കുക എന്ന് പറയുന്നത്.
Eternally we should be released from all kinds of sinful natures which are found contrary to the way of God would bind us, and in the day of the feast this should be released. ഇന്ന് നമ്മൾ ഈ ദിവസങ്ങളിൽ ഉത്സവം ആചരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ എന്ത് പരിവർത്തനം ഉണ്ടായിട്ടുണ്ട്? നിന്നെ കുടിക്കൊണ്ടിരുന്നായ, നിന്നെ അടിമപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതായ, നിന്റെ അല്ലെങ്കിൽ പൈസായ ശക്തികൾക്ക് ദൈവഹിതമല്ലാത്ത സ്വഭാവത്തിന് ഒരു മോചനം പ്രാപിപ്പാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നീ ഉത്സവം ആചരിക്കുന്നവനല്ല. In these days we have been observing a feast, and if no alteration is found in your life, or if you are not released from all kinds of satanic bonds and wickedness that bind you, then truly you have not observed the feast. ചില വ്യക്തികളെ ചില പാപ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ കുടികൊണ്ടിരിക്കുന്നു, അവർക്ക് ഒരു മോചനം ലഭിക്കാതിരിക്കുന്ന അവസ്ഥ. Many sinful natures are found in certain people and they are unable to give up. ചില വ്യക്തികൾക്ക് ചില സഹോദരങ്ങളോട് ഐക്യപ്പെടാൻ കഴിയാതെ, സ്നേഹിക്കാൻ കഴിയാതെ പ്രതികാര മനസ്സിലിരിക്കുന്ന അനുഭവം. Some are unable to keep the fraternity among brethren, and they have found with the spirit of retaliation. ഒരു വ്യക്തിയോട് ക്ഷമ ചോദിക്കുവാൻ, നിരപ്പ് പ്രാപിപ്പാൻ കഴിയാതെ ഹൃദയ കാഠിന്യമായിരിക്കുന്ന കഠിനമായിട്ടുള്ള ആ ബന്ധനം. Some hearts are found hardened, or they are found under the bad, in which manner they are unable to ask forgiveness to their brethren and get reconciled. ഇങ്ങനെയുള്ള ആ ബന്ധനത്തിൽ നിന്ന് ഒരു മോചനം പ്രാപിപ്പാൻ കഴിയുന്നതാണ് ഉത്സവം എന്ന് പറയുന്നത്. A feast means being released from these kinds of bands. ഉത്സവങ്ങളിൽ ഒരു വ്യക്തിയെ വിട്ടുകൊടുക്കുക പതിവായിരുന്നു. It was a custom that in the day of a feast a man who was in prison was released. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഈ ഉത്സവ സമയത്ത് അഥവാ ഈ പെരുന്നാൾ, ഈ മീറ്റിംഗിന്റെ ഇടയിൽ കൺവെൻഷൻ നാളിൽ സംബന്ധിച്ചിരിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത്, നമുക്ക് തോൽവിയായിരിക്കുന്ന, നമ്മെ ബന്ധിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മെ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, നമ്മെ അടിമപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സ്വഭാവത്തിന് മോചനം പ്രാപിപ്പാൻ കഴിയുമെങ്കിൽ അതാണ് ഉത്സവം. In these days we too are observing a feast. In these days while we take part in the convention, if we are able to get out of all the satanic bonds which binds us and come out of all the wicked natures and sinful natures which enslave us, then truly we do observe a feast. നിങ്ങൾ കൈയടിക്കുന്നു, പാട്ടുപാടുന്നു, ആത്മാവ് നിറയുന്നു, ദൈവവചനം കേൾക്കുന്നു, സന്തോഷിക്കുന്നു, ഉണർവ് ഉണ്ടാക്കുന്നു, ഉണർവ് പ്രാപിക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. You clap your hands, sing and worship God and get revived too. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവഹിതമല്ലാത്ത സ്വഭാവത്തിന് ഒരു മോചനം പ്രാപിപ്പാൻ വിടാവും അല്ലെങ്കിൽ വിടാൻ അതിന് തിരിച്ചു മാറ്റുവാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഈ ആരാധന കൊണ്ട്, നമ്മുടെ ആരാധന കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല. But if you are unable to set a border to all the wicked natures found in you, then your way of worship profiteth you in no way. ഒരു ഉദാഹരണത്തിന്, ഒരു സഹോദരനോട് എനിക്ക് ഐക്യതയില്ല. For example, if I am unable to get joined to one brother, ഞാൻ ആ സഹോദരനെ കണ്ടിട്ട് അവനോട് ക്രമീകരിപ്പാൻ കഴിയുമെങ്കിൽ നിശ്ചയമായിട്ടും നിന്റെ ബന്ധനം അഴിയപ്പെടുകയാണ്. if I am able to get united with him, then your bands will be broken. ദൈവമക്കളെ, ബന്ധനങ്ങളിൽ ആയിരിക്കുന്ന ഒരുപാട് പേരുകളുണ്ട്. There are many people who are found still in their bands. ചില കോപരായിരിക്കാം, Some get hot-tempered, വൈരാഗ്യാനുഭവമായിരിക്കാം, some found envious. ചില സഹോദരനോട് സ്നേഹമായിട്ട് പെരുമാറാൻ കഴിയാതെ, ഐക്യമായി പെരുമാറാൻ, നിരപ്പ് പ്രാപിപ്പാൻ കഴിയാതിരിക്കുന്ന മനസ്സായിരിക്കാം. Some are found unable to be united with their brethren, unable to love them. ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ നേടി അല്ലെങ്കിൽ മാറ്റുവാൻ കഴിയാതിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും നീ ഉത്സവത്തിൽ വന്നവരല്ല, ഉത്സവം ആചരിക്കുന്നവരല്ല. If we are unable to alter all these things, then you are not come to take part in a feast. ഉത്സവങ്ങളുടെ നഗരമായിട്ടുള്ള സിയോനെ നോക്കുവീ. Look unto Zion, the city of solemnities. അവിടെ ഒരുവൻ എത്തിച്ചേരണമെങ്കിൽ ജീവിതത്തിൽ ബന്ധനങ്ങളായിരിക്കുന്ന അല്ലെങ്കിൽ അടിച്ചു കളയേണ്ടതിനെ നമ്മൾ നിശ്ചയമായിട്ടും അടിച്ചു കളയണം. For one person to reach that city, you have to remove all the bands which bind you. അന്യായ ബന്ധനങ്ങളെ അടിക്കണം. You have to loosen all the bands of wickedness. നുകത്തിന്റെ അമിക്കയറുകളെ അടിക്കണം. You have to undo the heavy burdens. നിന്നെ ബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ആ പാപ ബന്ധനത്തെ എന്നേക്കുമായിട്ട് നീക്കുവാൻ കഴിയുമെങ്കിൽ അതാണ് ഉത്സവം ആചരിക്കുന്ന അനുഭവം. If you are able to cast away forever the bands of sinful natures found in you, then this is the experience of keeping a feast. അതുകൊണ്ടാണ് ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരം പറയുന്നത്. മത്തായി സുവിശേഷം 18:35 വാക്യത്തിൽ വായിക്കുമ്പോൾ, that's why we read in the gospel according to Matthew chapter 18 and verse 35,
നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എന്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ ദൈവം നിങ്ങളോടും അങ്ങനെ തന്നെ ചെയ്യും. So likewise shall my heavenly Father do also unto you, if ye from your hearts forgive not everyone his brother their trespasses. സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ, പകവെച്ചുകൊണ്ട് ആരാധിക്കുന്നുവെങ്കിൽ, പ്രതികാര മനസ്സോട് ആരാധിക്കുന്നുവെങ്കിൽ, ദൈവമക്കളെ ഒരു സഹോദരനോട് നിരപ്രവായിപ്പ് നിനക്ക് ഇഷ്ടമില്ലാതെ നീ ആരാധിക്കുന്നുവെങ്കിൽ അത് ഉത്സവമല്ല, അത് ആരാധനയല്ല, ദൈവം മാനിക്കുന്ന കൂട്ടായ്മയല്ല. If you worship God being unable to get united with your brethren or get reconciled with him, that this is not a true manner of worship, or this is not the experience of keeping a feast. പുറമേ പ്രസന്നത കാണിക്കുന്നെങ്കിലും, ചിരിച്ചു കാണിക്കുന്നെങ്കിലും, സ്നേഹം കാണിക്കുന്നെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ പകവെച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ പലരെ അറിയാം. Apparently you might be smiling on seeing a person, but within you would be owing bitterness toward him. ഉത്സവം ആചരിക്കുവാൻ വന്നിരിക്കുന്നവരാണെങ്കിൽ നിശ്ചയമായിട്ടും എല്ലാ പ്രതികൂല അല്ലെങ്കിൽ ദൈവഹിതമല്ലാത്ത സ്വഭാവങ്ങളെ എന്നേക്കുമായി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമുക്ക് നീക്കിക്കളയണം. If we have truly come to keep the feast, then all natures found contrary to the will of God should be cast away forever. സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗ്ഗസ്ഥനായ പിതാവ് നിങ്ങളോട് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കത്തില്ല. So likewise shall your heavenly Father do also unto you, if ye from your hearts forgive not everyone his brother their trespasses. എന്താണ് വായിച്ചത്? What did we read? ഉത്സവം തോറും ഒരുവനെ വിട്ടയക്കണം, തടവിലുള്ള ഒരുവനെ വിട്ടയക്കണം. It was a necessity in those days that in the days of feast a man who was in prison was set free. മാർക്കോസ് 11:25 വായിക്കുമ്പോൾ, in Gospel according to Mark chapter 11 and verse 25 we read, നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പീൻ. ഇന്ന് പൗർക്കാലം ഇവിടെ വന്നിരിക്കുന്ന വ്യക്തികൾക്കൂട് പറയുന്നു, നിന്റെ ബന്ധനങ്ങളെ നിശ്ചയമായിട്ടും ഈ ഉത്സവ സമയത്ത് നിന്റെ ജീവിതത്തെ ക്രമീകരിച്ച് കടന്നു പോകണം. ഇല്ലെങ്കിൽ നിന്റെ പിഴകളെ ദൈവം ക്ഷമിക്കത്തില്ല, നീ വീണ്ടും അടിമത്തത്തിലാണ്. This morning I would like to say to all the children of God who are gathered here, you have to come out of all your bands this morning. If not, your Father which is in heaven shall not forgive your trespasses. ദൈവത്തിന്റെ സ്തോത്രം. Praise be to God. ദൈവമക്കളെ, ജീവിതത്തിൽ ഒരു രൂപാന്തരമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. Dear children of God, that which God desires offers us a transformation in our lives. ചിലരുടെ ഹൃദയത്തിൽ നിഗള സ്വഭാവമാണ്. Some are found haughty. താഴ്മയില്ല. No humility in them. ആർക്ക് കീഴ്പ്പെടാനാണ്? Unto whom will I be subjected to? അഹങ്കാര ഭാഗമാണ്. Haughtiness is found in the. എനിക്കെന്ത് കുറവുണ്ട്? What lacks in me? അങ്ങനെയുള്ള നിന്നെ ബന്ധിച്ചിരിക്കുന്ന തെറ്റായ ചിന്തകളെ നമ്മൾ നീക്കുന്നതാണ് ഉത്സവം ആചരിക്കുന്ന അനുഭവം. Casting away all these false thoughts is this experience of keeping a feast. ദൈവം നിന്നെ മാനിച്ചില്ലെങ്കിൽ, ഒരു മനുഷ്യൻ മാനിച്ചാൽ, ആര് മാനിച്ചാലും, ലോകം മൊത്തം മാനിച്ചാലും അതിനകത്ത് അഡ്രസ് ഇല്ല, അതിന് പ്രയോജനമില്ല. The whole world might honor you, but if God never honored you, then it is of no use for you. എന്താണ് യെശയ്യാ 58:6 വായിച്ചത്? എന്താണ്? In the book of Isaiah chapter 58 we read, അന്യായ ബന്ധനങ്ങളെ അഴിക്കണം. You have to lose the bands of wickedness. നിന്നെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പീഡനത്തെ, തെറ്റായിട്ടുള്ള അവസ്ഥയെ എന്നേക്കുമായിട്ട് നീ നീക്കിക്കളയണം. Forever you have to let the oppressed to go free. ദൈവഹിതമല്ലാത്ത ഏതെല്ലാം സ്വഭാവങ്ങളുണ്ടോ അതിനെ മുഴുവനുമായിട്ട് നീ നീക്കിക്കളയണം. അതാണ് ഉത്സവം ആചരിക്കുന്നത്. All natures which are found contrary to the divine natures of Christ, we have to cast it away, and this is the experience of keeping a feast. നമ്മൾ തുള്ളുന്നു, ചാടുന്നു, അറിയുന്നു, സന്തോഷിക്കുന്നു, ആനന്ദിക്കുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷേ എന്തില്ല, ഈ ഹൃദയത്തിനുള്ള ആ ദുഷ്ട സ്വഭാവങ്ങൾ വിട്ടുമാറുന്നില്ല. We leap, skip and jump with joy, but this wicked nature is found in the heart is not removed. ദൈവത്തിന്റെ സ്തോത്രം. Praise be to God. ഒരിക്കലൊരാൾ തിരുവത്താഴ് എടുത്തിട്ട് അങ്ങോട്ട് പോയി. One person took part in the communion and left. അപ്പോൾ ഒരു സഹോദരൻ ചെന്നിട്ട് ഓടി ചെന്നിട്ട് പ്രൈസ് ദി ലോർഡ് സഹോദരൻ എന്ന് പറഞ്ഞു. Immediately one brother came ahead and shook his hands. അവൻ കൈ തട്ടി മാറിയിട്ട് അങ്ങോട്ട് പോയി. But he took away his hands and went away. അതേ എന്നോട് പറഞ്ഞു. That person told me, രണ്ടുപേരും തിരുവത്താഴ് എടുത്തതാ. We both took part in the communion. എന്റെ കൈ തട്ടി മാറിച്ചിട്ട് അങ്ങോട്ട് പോയി. But when I shook his hands, he never gave me back. ദൈവത്തിന്റെ സ്തോത്രം. Praise be to God. എന്താണ് ചെയ്യേണ്ടത്? What should we do? അതിന് പരിപാടിയൊക്കെ ചെയ്തു, അത് രണ്ടാമത്തെ കാര്യം. But that which had to be done I did. എന്തില്ല? But അവന്റെ ജീവിതത്തിലെ ബന്ധനം എടിഞ്ഞു മാറിയിട്ടില്ല. That band is not removed from him.
അതുകൊണ്ട് നീ തിരുവത്താഴ് എടുത്ത് സ്വർഗ്ഗത്തിൽ പോകാൻ കഴിയുമോ? Will you be able to go to heaven because you have taken part in the communion service? ആത്മാവിൽ ആരാധിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിൽ പോകാൻ കഴിയുമോ? As you have worshipped God in the spirit, will you able to ജീവിതത്തിലെ പരിവർത്തനമില്ലാതെ നീ ഒരു താഴ്മയോടും വിനയത്തോടും സൗമ്യതയോടും സഹിഷ്ണുതയോടും സ്നേഹത്തിലും ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിന്റെ ബന്ധനത്തിൽ നീ കിടക്കുക വ്യക്തിയാണ് ഉത്സവം ആചരിക്കുന്ന വ്യക്തിയാണ്. If you are unable to live in peace, in humility, in lowliness of heart, then you are still found in the wicked bands in your heart. You are not observing a feast. ദൈവത്തിന്റെ മഹത്വം. Praise be to God. പ്രിയ ദൈവമക്കളെ, ഞാൻ പറഞ്ഞു വിടട്ടെ, ചില വിഷയങ്ങൾ ഞാൻ നമ്പർ ഇട്ട് നിങ്ങളോട് പറയാം. Certain points one by one I would like to number and press on. നമുക്ക് എന്താണ് ആവശ്യമായിരിക്കുന്നത്? What is that we need? ഉത്സവത്തിൽ ബന്ധനം അഴിയപ്പെടണം. In the day of feast, the bands should be loosened. പാപബന്ധനം, The sinful bands, ലോകത്തിന്റെ ബന്ധനം, the bands of the world, ശാപത്തിന്റെ ബന്ധനം, the bands of curse, ജഡികമായിട്ടുള്ള ബന്ധനം, the carnal bands, ദൈവഹിതമില്ലാത്ത എല്ലാ സ്വഭാവങ്ങൾ, all natures found contrary to the will of God, അടിമപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സാത്താന ശക്തികൾ, all demonic powers which enslave with you. എല്ലാറ്റിനും ഒരു മോചനം പ്രാപിക്കണം. അതാണ് ഉത്സവം. You have to be released from all these, and this is a feast. ദൈവത്തിന്റെ സ്തോത്രം. Praise be to God. ഉത്സവം ആചരിക്കാൻ വന്നിരിക്കുന്ന ദൈവമക്കൾ എല്ലാവരും കര ഉയർത്തി ഹല്ലേലൂയ പറയാമോ? ശക്തമായിട്ട് ഹല്ലേലൂയ. ഉത്സവം ആചരിക്കാൻ വന്നിരിക്കുന്നവർ നിശ്ചയമായും തടവിലാക്കിയിരിക്കുന്ന വ്യക്തിയെ ഇന്ന് സ്വതന്ത്രനാക്കണം. All the children who have come to observe a feast, you have to set free the oppressed ones this morning. നിന്നെ ബന്ധിച്ചിരിക്കുന്ന സകല ബന്ധനത്തെയും ഇന്ന് അതിനോട് വിട പറയണം. നിന്നെ സ്വതന്ത്രനാക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. All the yokes which haven't had enslaved you, this morning you have to cast away. God desires to remove you from out of it. എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? What does God desire? ദൈവം എന്താഗ്രഹിക്കുന്നു? What does God desire? ദൈവമക്കളെ, നിശ്ചയമായിട്ട് ഉത്സവത്തിന് നീ വരണം. Dear children of God, God desires that you have to come and take part in the day of ഉത്സവ സമയത്ത് നിശ്ചയമായും നിനക്കൊരു മോചനമുണ്ട്. In the day of feast, truly you have to be released. ഉത്സവ സമയത്ത് നിനക്കൊരു വിടുതലുണ്ട്. In the day of a feast, you have a deliverance. സകല അടിമത്തത്തിൽ നിന്നെ സ്വതന്ത്രമാക്കി തീർക്കുന്നത് ആ ഉത്സവ സമയത്താണ്. It is at this time of feast you will be delivered out of all your bondages. അതുകൊണ്ട് നിന്നെ ബന്ധിച്ചിരിക്കുന്ന സകല പൈശാച ശക്തികളെയും ബന്ധനത്തെയും നിർമൂലമാക്കുവാൻ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുകയാണ്. നിന്നെ സ്വതന്ത്രനാക്കി വിടുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. This morning God desires to remove all the satanic bonds which bind you and release you out of it. ദൈവത്തിന്റെ സ്തോത്രം. Praise be to God. നമുക്ക് എന്താണ് കർത്താവ് ആഗ്രഹിക്കുന്നത്? What does our God desire from us? ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം. We have to be set free from all our bondage. എല്ലാ സാത്താന്റെ ബന്ധനത്തിൽ നിന്ന് ജയം പ്രാപിക്കണം. We have to be found victorious of the false satanic bonds. നിങ്ങൾ എന്നെ നോക്കിയാട്ട്. ദൈവത്തിന്റെ സ്തോത്രം. Praise be to God. അതൊരു ബന്ധനമാണ്. And this is also a binding. ഒരാൾ എഴുതിട്ട് പോകുന്നു, വാസ്ത്രം അങ്ങോട്ട് പോകുന്നു, അത് നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് ചെന്ന് ഇറങ്ങി അങ്ങോട്ട് പോകുന്ന വരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക പറയുന്ന അർത്ഥമൊന്നുമില്ല. അതാണ് സാത്താന്റെ ബന്ധനം. ദൈവത്തിന്റെ സ്തോത്രം. Praise be to God. അതുകൊണ്ട് ദൈവമക്കളെ, നിന്നിലുള്ളായ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ പൈശാച ശക്തികൾക്ക് വിടുതൽ പ്രാപിപ്പാൻ, ബന്ധനത്തിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരും, ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തെ ധരിപ്പാൻ ആഗ്രഹിക്കുന്നവർ, ഉത്സവം ആചരിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കൾ കരയുയർത്തി ഹല്ലേലൂയ പറയാമോ? ദൈവത്തിന്റെ സ്തോത്രം. Praise be to God. ബന്ധനങ്ങളും കഷ്ടങ്ങളും നിനക്കായി കാത്തിരിക്കുന്നു, എങ്കിലും അവ നിന്നെ വിടുവിക്കും. അങ്ങനെ വചനം വായിക്കുന്നത്, ബന്ധനങ്ങളും കഷ്ടങ്ങളും കാത്തിരിക്കുന്നു, എങ്കിലും ഞാൻ അവ നിന്നെ വിടുവിക്കും. Acts chapter 20 and verse 24. ബന്ധനങ്ങളും 20:23 വാക്യം. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു എന്ന്, ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ളത് ഒന്നും ഞാൻ അറിയുന്നില്ല. ദൈവമക്കളെ, വിശുദ്ധ പൗലോസിന്റെ ജീവിതത്തില് അനേക കഷ്ടങ്ങൾ നേരിടാൻ പോന്നു. എങ്കിലും മുന്നറിയിപ്പ് കൊടുത്ത കർത്താവ് ആ കഷ്ടതയിൽ നമ്മളെ സ്വതന്ത്രനാക്കി അവനെ വിടുവിച്ചു എന്ന് കാണുന്നു. Dear children of God, many afflictions were awaiting Saint Paul, but we read that sending the Holy Ghost, the Spirit of God delivered him out of all them. ബന്ധനത്തിൽ നിന്ന് വിടുവിക്കപ്പെടുന്നതാണ് ഉത്സവം. A feast means being delivered out of all our bonds. രണ്ടാമതായിട്ട്, secondly, ഉത്സവം ആചരിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ, in the life of a person who observe a feast, രണ്ടാമതായിട്ട് ഇപ്രകാരം കാണുന്നു. secondly, we read in the scripture, സെഖര്യാവിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. the book of Zechariah chapter 3 and verse 4. സെഖര്യാ 3:4 വാക്യം. Zechariah chapter 3 and verse 4. അവൻ തന്റെ മുൻപിൽ നിൽക്കുന്നവരോട് മുഷിഞ്ഞ വസ്ത്രം അവകിൽ നിന്ന് നീക്കിക്കളവിനെന്ന് പറഞ്ഞു. പിന്നെ അവനോട്,
ഞാൻ നിന്റെ അകൃത്യം നിന്നിൽ നിന്ന് പോക്കിയിരിക്കുന്നു, നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കുമെന്ന് അരുളിച്ചെയ്തു. ദൈവത്തിന് സ്തോത്രം. Praise be to God. ഉത്സവ സമയത്ത് നിന്റെ അകൃത്യത്തിന് പരിഹാരം വരുത്തി നിനക്ക് പുതിയൊരു വസ്ത്രം നിനക്ക് തരും. In the day of feast, your iniquity shall be made to pass from thee, and you will be clothed with a new raiment. ഉത്സവ സമയത്ത് അകൃത്യത്തിന് പരിഹാരം ഉണ്ടാകും. You will be free from all your iniquity in the day of a feast. ദൈവമക്കളെ, അകൃത്യത്തിന് പരിഹാരം വരുത്തുന്ന ദിവസമാണ് ഉത്സവം. A day of a feast is a day when you shall be set free from your iniquity. എന്താണ് അറിയാമോ അകൃത്യം? What is iniquity? അകൃത്യം എന്ന് പറയുമ്പോൾ നമുക്ക് നിസ്സാരമായിട്ട് നമുക്ക് ചിന്തിക്കുന്ന കാര്യമല്ല. It is not a thing that we have to consider it. വാക്കുകളിൽ അകൃത്യമുണ്ട്. There is iniquity in words. നിന്റെ വാക്കുകള് കൃപയല്ലെങ്കിൽ അത് അകൃത്യമായിട്ട് തീരും. If your words are found ungraceful, then it is full of iniquity. 36 സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യത്തിൽ വായിക്കുന്നല്ലോ. In Psalm 36 and verse 3 we read, അവന്റെ വായിലെ വാക്കുകൾ അകൃത്യവും വഞ്ചനയുമാകുന്നു. അവന്റെ വായിലെ വാക്കുകൾ അകൃത്യമാണ്. The words of his mouth are iniquity. ദൈവകൃപയുടെ ജീവിതത്തിൽ തുടരുവാൻ കഴിയുന്നില്ലെങ്കിൽ, ദൈവകൃപ പ്രാപിപ്പാൻ കഴിയുന്നില്ലെങ്കിൽ, കൃപയുടെ വാക്ക് ഉച്ചരിക്കാതിരിക്കുന്നുവെങ്കിൽ അവന്റെ വാക്ക് അകൃത്യമായിട്ട് തീരും. If you are unable to retain the grace of God in your life, if your words are found ungraceful, then your life is found full of iniquity. ഒരു സഹോദരനോട് ഞാൻ നോക്കിക്കൊണ്ട് അവനോട് കോപിക്കുന്നെങ്കിൽ അത് അവന്റെ വാക്ക്, കോപിച്ച് സംസാരിക്കുമ്പോൾ ആ വാക്ക് അകൃത്യമായിട്ട് മാറുന്നു. If I speak with a particular brother with wrath, then that words will become words of iniquity. അപ്പോൾ വാക്കിൽ അകൃത്യമുണ്ട്. There is iniquity in words. അതുപോലെ തന്നെ 4-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ in verse 4 we read, ചിന്തയിലുള്ള അകൃത്യം, ചിന്തയിലുള്ള അകൃത്യം, iniquity in thoughts. അവൻ തന്റെ കിടക്കമേൽ അകൃത്യം ചിന്തിക്കുന്നു. കിടക്കമേൽ അകൃത്യം ചിന്തിക്കുന്നു. He deviseth mischief upon his bed. അതാണ് ചിന്തയിലുള്ള അകൃത്യം. This is the iniquity found in thought. കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ചിന്തകൾ മുഴുവനും അകൃത്യം, പാപത്തിന്റെ ചിന്തകളാണ്. In sleep sinful thoughts comes into your mind. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു, ഉത്സവ സമയത്ത് നിന്റെ അകൃത്യങ്ങൾക്ക് പരിഹാരം വരുത്തി നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കാൻ പോകുകയാണ്. But the Spirit of God speaketh that in the day of the feast I shall make all your iniquity to pass and clothe you with a garment of feast. ഉത്സവ വസ്ത്രം ധരിക്കണമെങ്കിൽ അകൃത്യത്തിന് പരിഹാരം ഉണ്ടാകണം. In order to put a new garment of feast, then your iniquity should be removed. ദൈവമക്കളെ, നിന്റെ ജീവിതത്തില് അകൃത്യം അല്ലെങ്കിൽ പാപത്തിന് പരിഹാരം വരുത്തുവാനായിട്ടാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഈ മീറ്റിംഗുകളൊക്കെയും. All these meetings God has arranged with a purpose in order to set a bound for all your iniquity and sin. നിന്റെ സകല അകൃത്യത്തിനും പരിഹാരം വരുത്തി നിനക്ക് ഉത്സവ വസ്ത്രം, മനോഹരമായിട്ടുള്ള വെണ്മയായിട്ടുള്ള വസ്ത്രം ധരിപ്പിച്ചയക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. Our God desires that your iniquity should be passed from you and you have to be clothed with a new raiment and sent you back home. മറ്റൊരു അകൃത്യമുണ്ട്. There's another iniquity. ആരാധനയ്ക്ക് വരാതിരിക്കുന്നെങ്കിൽ അത് അകൃത്യമായിട്ട് കർത്താവ് കണക്കാക്കുന്നു. Not coming to worship God too is considered as iniquity. എവിടെയാണ്? യെശയ്യാപ്രവചനം 22-ാം അധ്യായത്തിന്റെ 14-12 വാക്യം മുതൽ വായിച്ചാട്ട്. യെശയ്യാവ് 22-ന്റെ 12 വാക്യം മുതൽ വായിച്ചാട്ട്. Isaiah chapter 22 and verse 12 onwards. അന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് കരച്ചലിനും വിലാപത്തിനും മൊട്ടയടിക്കുന്നതിനും രട്ടുടുക്കുന്നതിനും വിളിച്ചപ്പോൾ ആനന്ദവും സന്തോഷവും കാളയറക്കുക, ആടറക്കുക, ഇറച്ചി തിന്നുക, വീഞ്ഞു കുടിക്ക, നാം തിന്നുക കുടിക്ക, നാളെ മരിക്കുമല്ലോ എന്നിങ്ങനെ ആയിരുന്നു. സൈന്യങ്ങളുടെ യഹോവ എനിക്ക് വെളിപ്പെടുത്തി തന്നത്, നിങ്ങൾ മരിക്കും വരെ ഈ അകൃത്യം നിങ്ങൾക്ക് മോചിക്കപ്പെടുകയില്ല എന്ന്. അകൃത്യം മോചിക്കപ്പെടത്തില്ല. മനസ്സിലായല്ലോ? ആരാധനയ്ക്ക് വരാതെ വീട്ടിൽ ഉറങ്ങിക്കൊണ്ടിരുന്നാലേ നിന്റെ അകൃത്യമാണെന്ന് അത് മോചിക്കപ്പെടത്തില്ല. If you do not come to the presence of God to worship God and instead sleep in your home, then iniquity will not be purged. എത്ര പേര് ബൈബിൾ ക്ലാസ്സിന് വരും? How many of you come and take part in the Bible class? How many of you come for the tarrying meeting? How many of you come for the fasting prayers? How many of you come for Sunday service? How many of you come are punctual in your timekeeping? Do you know what is the name given to the persons who are not punctual in worshiping God? അവന്റെ പേരാണ് പറവോൻ. പറവോൻ എന്ന് പറഞ്ഞാൽ പാപം. Pharaoh means sin.
ഇരമ്യാവ് 46:17 അതെ, 46:16. മിസ്രയീം രാജാവായ ഫറവോന് വിനാശമെന്നും സമയം തെറ്റി വരുന്നവനെന്നും പേർ പറവിൻ. ഫറവോന്റെ പേരാണ് സമയം തെറ്റി വരുന്നവൻ. സഭായം 9 എന്ന് പറയുമ്പോൾ 9 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നവനാണ്ട് പേരാണ് ഫറവോൻ. When the morning Sunday service begins at 9 a.m., the one who comes ആരാധനയ്ക്ക് കറക്റ്റ് സമയത്ത് വരാത്തവന്റെ പേരാണ് ഫറവോൻ. The one who do not come and worship God in the time appointed is called അത് Pharaoh. അകൃത്യമായി കണക്കാക്കും. This is considered as iniquity. ഇത് ഞാൻ ഒരിക്കലും അകൃത്യം മോചിക്കപ്പെടത്തില്ല. This iniquity shall never be purged. ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ ചുറ്റിക്കറങ്ങി നടക്കുന്ന വ്യക്തികളുടെ അകൃത്യമല്ലേ? Is it not iniquity considering the children of God who roam about without taking part in the service in time? ദൈവവചനം സംസാരിക്കുമ്പോൾ അവിടെ ചുറ്റി ഇവിടെ ചുറ്റി അവിടെ കറങ്ങി ഇറങ്ങിയിട്ട് മോദി അടങ്ങുന്ന വ്യക്തികൾ ശ്രദ്ധിക്കാതിരിക്കുന്നവന്റെ ജീവിതത്തിൽ അത് അകൃത്യമല്ലേ? When the word of God is being delivered, if you set not your thought over here and if you roam about in your minds, is it not iniquity? ഇന്ന് ഇറച്ചി തിന്നുക, കാളെ തിന്നുക, പിന്നെ ആടറക്കുക, പിന്നെ തിന്നുക, കുടിക്കുക. ഇതാണ് നമുക്ക് ഇന്നത്തെ എനിക്കെന്നറിയാമോ? എന്തോ എവിടൊക്കെ എന്നറിയാമോ? എനിക്ക് ഇവിടെ തന്നെ അറിയാൻ വയ്യ. ചിലയിടത്താണെങ്കിൽ കൺവെൻഷനൊക്കെ വരുമ്പോൾ പൊതിഞ്ഞു കെട്ട ഒരുപാട് പേരുണ്ട്. ഇങ്ങനെ ഓരോ കവറത്താക്കി ആക്കി 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 പോകും. തിന്നുക കുടിക്കുക എന്നുള്ള ഒറ്റ കാര്യമാണ്. അതൊക്കെയാണ് അവരുടെ പേരാണ്. അത് അകൃത്യമാണ്. നല്ല കാര്യങ്ങൾ സ്റ്റാൻഡേർഡോടെ വ്യക്തികൾ പോലും ചെയ്യുന്ന പരിപാടികളൊക്കെ വലിയ കഷ്ടമായിരിക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര അത് ഒരു പരാജയമാണത്. അതുകൊണ്ട് തിന്നുക കുടിക്കുക വേറെ ആക്കുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതൊക്കെ ഒരു അതപ്പതിച്ച അനുഭവമാണ്. അത് അകൃത്യമാണ്. ആരാധനയ്ക്ക് സ്വാതന്ത്ര്യം, ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കത്തില്ല, ആരാധനയ്ക്കുള്ള സന്തോഷം ഉണ്ടാകുന്നില്ല. ആരാധനയ്ക്ക് വന്നെങ്കിൽ മാത്രമേ നിന്നെ ഉത്സവസ്ത്രം ധരിപ്പിക്കാൻ കഴിയുള്ളൂ. Some are not interested in coming and taking part in the worship. Instead, they're always minded of eating and drinking, and therefore they take parcels for themselves. But this is not the true way of worship. Only if you come and worship God, you will be able to observe a feast. ഉത്സവത്തിന് വരാൻ പറഞ്ഞു. They were called to the feast. There is a feast, therefore all should come and take part in it. എന്നാൽ ദൈവമക്കളെ, ഉത്സവത്തിന് കടന്നു വരുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ നിശ്ചയമായിട്ട് ഉണ്ടായിരിക്കേണ്ടത് അകൃത്യത്തിന് പരിഹാരം ഉണ്ടായി കടന്നു പോകണം. All the children of God who come and take part in the feast, they should be purged from their iniquities. ആരാധനയ്ക്ക് രാവിലെ കടന്നു വന്നതിന് ശേഷം 9 മണിയാകുമ്പോൾ ആരാധന കഴിഞ്ഞ് തിരിച്ചു പോയിട്ട് 2 കിലോ ഇറച്ചി മേടിച്ചു പോകുന്ന ആരാധനയല്ല ഇത്. This is not the way of worship in which early morning you come to worship God and return getting for you all kinds of meat. ഈ ദേശത്ത് ഒരുപാട് ആരാധനയുണ്ടല്ലോ. In this land there are ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. I have often seen രാവിലെ 7 മണിക്ക് ആരാധനയ്ക്ക് വരും. Early at 7 a.m. they come for worship. തിരിച്ചു പോകുമ്പോൾ ഇറച്ചി മേടിച്ചുകൊണ്ടാ പോകുന്നത്. When they go back they buy meat and go. But they leave all those things. ആരാധനയല്ല ഈ ആരാധന. That kind of worship is not this one. അതുകൊണ്ട് ആരാധനയ്ക്ക് വരാൻ മറന്നപ്പോൾ ഒറ്റയടിക്കുക, തിന്നുക, കുടിക്കുക, ഇറച്ചി തിന്നുക എന്നാണ് അങ്ങനെയുള്ള അവസ്ഥയായിരുന്നു ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടായ പരാജയം. The failure which is found in the life of the children of Israelites was that when they were asked to come for worship, they were slaying oxen and killing sheep and eating flesh. ഇസ്രായേലിലായിരുന്നപ്പോൾ when they were in Egypt, അവർക്ക് ഇറച്ചി ഉണ്ടായിരുന്നു, പിന്നെ മത്തങ്ങ ഉണ്ടായിരുന്നു, പിന്നെ ഉള്ളി ഉണ്ടായിരുന്നു എന്ന് വേണ്ട സർവത്തിന് ആഹാരം ഉണ്ടായിരുന്നു. ഉള്ളി ഭയങ്കര ബലമാണ്, വല്ല ശക്തിയാ. ഉള്ളി, പിന്നെ സവാള ഉള്ളി, പിന്നെ ഇറച്ചിയും, പിന്നെ മത്തങ്ങ ഏറ്റവും ബെസ്റ്റാണ്. ഇതെല്ലാം പറയാണ്. ഞങ്ങൾ മിസ്രൈമിലായിരുന്നപ്പോൾ ഞങ്ങൾക്ക് മത്തങ്ങ കിട്ടി, ഇറച്ചി കിട്ടി. പിന്നെ അപ്പൊ മിസ്രൈമിലായിരിക്കുന്നവർക്കാണ് ഇതെല്ലാം തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, താപ്പാട് കഴിക്കുക, പ്രാർത്ഥിക്കാൻ സമയമില്ല, ഉപവസിക്കാൻ സമയമില്ല, ആരാധിക്കാൻ സമയമില്ല, ആരാധനയ്ക്ക് വരാൻ സമയമില്ല. വായിച്ചാട്ടല്ലേ സംഖ്യ 11:5 ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു. പിന്നെ ഇറച്ചിക്കളത്തിന്റെ അടുത്തിലാന്ന് പറഞ്ഞില്ലേ, അതിന് 4 എത്ര വായിക്കാം. പിന്നെ അവരുടെ ഇടയിലെ സമ്മിശ്ര ജാതികൾ ദുരാഗ്രഹികളായി ഇസ്രായേൽ മക്കളും വീണ്ടും കരഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആർ തരും. കനാനിൽ ലക്ഷ്യമാക്കി പുറപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്ക് കനാനിൽ എത്തണമെന്നല്ല ആഗ്രഹം. ഞങ്ങൾക്ക് ഇന്ന വസ്തുക്കളൊക്കെ മിസ്രൈമിൽ വെച്ച് വില കൂടാതെ കിട്ടുമായിരുന്നു, അടിമത്തത്തിലായിരുന്നെങ്കിലും. എന്നാൽ ദൈവമക്കളെ, നിന്നെ കൊണ്ടുവന്നിരിക്കുന്ന ഉദ്ദേശം അടിമത്തത്തിൽ നിന്നെ വിടുവിച്ച്, പാപത്തിന്റെ സഖ്യത്തിൽ നിന്നെ വിടുവിച്ച്, നിന്നെ ഉത്സവസ്ത്രം ധരിപ്പിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഭൗമ്യമായ കാര്യത്തിന് വേണ്ടി നീ വെമ്പൽ കൊണ്ട് അതിനെ കുറിച്ച് നീ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ചിന്തിക്കുന്നെങ്കിൽ
അത് അർത്ഥമാണ്. The children of Israel, they were set forth out of the land of Egypt with the destination in order to reach the Canaan. But in the midway, they thought of all those the blessings they enjoyed in the land of Egypt. And dear children of God, God has delivered you out of all your bondages and out of all your enslaving experiences, that He might take you to the land of Canaan. But amidst, if you think of all these, and if your mind is set in all kinds of literal manners, you will not be able to observe the feast. Hallelujah! Hallelujah! ഈ പാപ സ്വഭാവത്തിൽ നിന്ന് അടിമത്തത്തിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നവരൊക്കെയും കര ഉയർത്തിനാൻ പറയട്ടെ. ഹല്ലേലൂയ! മിസ്രൈം നാട് വിട്ടവർ എന്തിനു വേണ്ടി ലക്ഷ്യമാക്കണം? സ്വർഗ്ഗകനാനെ ലക്ഷ്യമാക്കി മുൻപോട്ട് പോകണം. The children of God who are sent forth out of the land of Egypt should set forth their destination, the land of Canaan, and set forth their journey. പരമോന്നത അടിമത്തത്തിൽ വിടുവിക്കപ്പെട്ട വ്യക്തികളുടെ ഉദ്ദേശം എന്തായിരിക്കണം? സ്വർഗ്ഗകനാൻ, കനാൻ, കനാൻ. What should be the only purpose of the children of God who have been delivered out of the bondages of Pharaoh, the land of Canaan, the land of Canaan alone? ദൈവത്തോടുള്ള ബന്ധം അവർ ഉപേക്ഷിച്ചു. They forsake the communion with God. ദൈവത്തോടുള്ള ബന്ധത്തെക്കാളും സ്വർഗ്ഗകനാനെക്കാളും അവർ താല്പര്യപ്പെട്ട് ഇഷ്ടപ്പെട്ടത് ഭൗമികമായിട്ടുള്ള ആഹാരമായിരുന്നു. That which they desired much more than the fellowship and communion with God was the flesh and the food. അതുകൊണ്ട് കനാനിൽ എത്തുവാൻ കഴിയാതെ പോയി. Therefore they were unable to reach Canaan. അവരുടെ ജീവിതത്തിൽ ന്യായവിധി ഉണ്ടായി. Judgment came upon them. അവരുടെ ജീവിതത്തിൽ അകർത്യം അത് വർദ്ധിച്ചു വന്നു. അത് പാപമായി തീർന്നു. പാപത്തിൽ ഒരു മരിക്കുകയുണ്ടായി. Iniquity abounded and sin came forth, and they did in their sin. നമ്മുടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് 66:18 വായിക്കുന്നു, നിന്റെ ഹൃദയത്തിൽ അകർത്യം കരുതരുത്. Therefore in Psalm 66 and verse 18 we read, നിന്റെ ഹൃദയം അകർത്യം കരുതി വെക്കാനുള്ള ഹൃദയമല്ല, ദൈവം വസിക്കേണ്ട ഹൃദയമാണ്. In your iniquity should not be found in your heart. This is a heart in which God has to dwell. വായിച്ചാട്ട്, ഞാൻ എന്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ, ഞാൻ എന്റെ ഹൃദയത്തിൽ അകർത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നു. നിന്റെ ഹൃദയം കർത്താവിന് കൊടുക്കേണ്ട ഹൃദയമാണ്. നിന്റെ ഹൃദയത്തിൽ അകർത്യം കരുതുന്നുവെങ്കിൽ ഒരു കാലത്തും കർത്താവ് കേൾക്കത്തില്ല. Your heart is one which you have to give for God alone, and if you regard iniquity in your heart, your Lord will not hear you. ദൈവമക്കളെ, ഹൃദയത്തിൽ അകർത്യം കരുതി വെച്ചാൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകത്തില്ല. കാരണം അവിടെ കർത്താവിന് വസിപ്പാൻ ഇടമില്ല. If you regard iniquity in your heart, then the presence of God is not found there, because He finds no place to dwell in. മകനെ, നിന്റെ ഹൃദയം എനിക്ക് തരിക, എന്റെ വഴി നിന്റെ കണ്ണിന് ഇമ്പമായി മാറട്ടെ. My son, give my heart to me, and let my ways be seen as pleasure to your eyes. മറ്റൊരു അകൃത്യമുണ്ട്. There's another kind of iniquity, മത്സരം. rebellion. എവിടെയാണ് വാക്യം? Where do we read it? മത്സരം അത് അകൃത്യമാണെന്ന്. Rebellion is found to be an iniquity. ഹോസിയ 13:16 വാക്യം. Hosea chapter 13 and verse 16. ഹോസിയ 13:16. സമര്യ തന്റെ ദൈവത്തോട് മത്സരിച്ചതുകൊണ്ട് അവൾ തന്റെ അകൃത്യം വഹിക്കേണ്ടി വരും. ഒന്നുകൂടെ വായിച്ചാട്ട്. സമര്യ തന്റെ ദൈവത്തോട് മത്സരിച്ചതുകൊണ്ട് തന്റെ ദൈവത്തോട് മത്സരിച്ചതുകൊണ്ട് അവൾ തന്റെ അകൃത്യം വഹിക്കേണ്ടി വരും. അവർ തന്റെ അകൃത്യം വഹിക്കണം. നീ ദൈവത്തോടും ദൈവപ്രമാണത്തോടും ദൈവീയ ആരാധനയോടും നീ മത്സരിക്കുന്നുവെങ്കിൽ അത് അകൃത്യമായി തീരും. അത് അകൃത്യം നിനക്ക് നാശകരമായി തീരും. If you rebel against the ways of God and the counsel of God being delivered, then it is which shall be an iniquity unto you. ദൈവത്തിന്റെ വചനം കറക്റ്റായിട്ട് അറിയിക്കുമ്പോൾ ഈ വചനത്തെ അംഗീകരിക്കാതെ പാരമ്പര്യമായി ജീവിക്കുന്ന എത്രയോ വ്യക്തികൾ ഈ ലോകത്തിലുണ്ട്. There are many people of God who boast upon their heritages and still live when the true word of God is being proclaimed. ദൈവത്തിന്റെ വചനത്തെക്കാളും ദൈവത്തെക്കാൾ സഭയും സമുദായങ്ങളെയും അല്ലെങ്കിൽ ഇടവകളെയും അല്ലെങ്കിൽ അവരുടെ ജനത്തെയും അവരുടായിരിക്കുന്ന വ്യക്തികളെയൊക്കെയും ആദരിച്ചുകൊണ്ട് അവരെ ബഹുമാനം കൊടുത്തുകൊണ്ട് അവരുടെ വാക്കനുസരിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും അവർക്ക് അകൃത്യമായി മാറുക. If there be found people who honor their own religion and their own denominations instead of God and the true word of God being declared, then this is the iniquity found in them. The judgment of God will be executed upon them. അതുകൊണ്ട് ദൈവവചനത്തോട് മത്സരിക്കുന്നുവെങ്കിൽ അവന്റെ അകൃത്യം ഒരിക്കലും വിട്ടു മാറത്തില്ല. If you rebel against the word of God, then your iniquity will not be purged. യെശയ്യാ 30-ാം അധ്യായത്തിന്റെ 9 മുതൽ വായിക്കുമ്പോൾ, when we read in the book of Isaiah chapter 30 and verse 9 അതിന്റെ 13-ാം വാക്യം വരെ, to verse
verse 13. എന്താണ് അകൃത്യം? What is iniquity? ദൈവത്തിന്റെ പ്രമാണത്തോട് മത്സരിക്കുന്ന അനുഭവം ഉണ്ടെങ്കിൽ, ദൈവീയ നടത്തിപ്പിനോട് മത്സരിക്കുന്ന അനുഭവം ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ ആലോചനയോട് മത്സരിക്കുന്ന അനുഭവം ഉണ്ടെങ്കിൽ, അത് നിന്റെ ജീവിതത്തിലെ ഹൃദയത്തിലെ അകൃത്യം കുന്നുകൂടുകയാണ്. If an experience of rebelling against the word of God being proclaimed, the ways of God being declared, and the counsel of God being delivered is found in you, then iniquity still dwells in you. അവർ മത്സരമുള്ള ഒരു ജനവും ഭോഷ്ക് പറയുന്ന മക്കളും യഹോവയുടെ ന്യായപ്രമാണം അനുസരിക്കാത്ത സന്തതിയുമല്ലോ. ദൈവത്തിന്റെ ന്യായപ്രമാണം അനുസരിക്കാത്ത സന്തതിയുമല്ലോ. അവർ ദർശകന്മാരോട് ദർശിക്കരുത്, പ്രവാചകന്മാരോട് നേരുള്ളത് ഞങ്ങളോട് പ്രവചിക്കരുത്, മധുരവാക്ക് ഞങ്ങളോട് സംസാരിപ്പിൻ. മധുരവാക്ക് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള വാക്ക് സംസാരിച്ചാട്ട് ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇന്നത്തെ. അവരുടെ ജനത്തിനനുസരിച്ച് നടത്തുന്ന മാർഗമല്ല ക്രിസ്തുവിന്റെ മാർഗം. അവരവരുടെ വാക്കനുസരിച്ച് അവരുടെ താല്പര്യപ്രകാരം അനുസരിച്ച് നടത്തുന്ന മാർഗമല്ല ക്രിസ്തുവിന്റെ മാർഗം. The way of Christ is not one which is set forth in accordance to the words of man. ഞങ്ങൾ പറയുന്നതുകൊണ്ട് നടത്തിയാൽ മതി. Lead as to how we say. ഞങ്ങളുടെ കമ്മിറ്റി പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ നീക്കിയാൽ മതി. Lead things as to how our committee says. മറ്റു വചനങ്ങളൊന്നും ഒരുപാട് കൊണ്ടുവരണ്ട. We need not quote other words. ഞാൻ ഓർക്കുന്നു, I remember ചില വർഷങ്ങൾക്ക് മുമ്പായിട്ട് ഞാൻ ആലപ്പുഴ കർത്താവിന്റെ വേല ചെയ്യുമ്പോൾ, years ago when I was ministering at Alapi, അവിടെ ഒരു കത്തോലിക്ക പുരോഹിതൻ എഴുന്നേറ്റോടെ ദൈവത്തിന്റെ വചനം സംസാരിച്ചു. A Catholic priest delivered the word of God. അവിടെ വചനം സംസാരിച്ചു എഴുന്നേറ്റപ്പോൾ കുറച്ചുപേര് മണലിൽ ഉരുണ്ട് ഇങ്ങനെ നേർച്ചയായിട്ട് ഉരുണ്ടു വരുന്നു. When he stood for the sermon, many people rolled in the sand being penance. ചിലർ തലയിൽ ചുമടുമായിട്ട് ഭാരമായിട്ട് വരുന്നു. Some came with a heavy burden in their head. ആ പുരോഹിതൻ, ഞാൻ അവിടെ അടുത്തുനിന്ന് വചനം കേൾക്കുകയായിരുന്നു. എനിക്ക് എന്താ പറയുന്നത് കേൾക്കാൻ വേണ്ടി ഞാൻ അവിടെ നിൽക്കുന്നത്. ഞാൻ ആലപ്പുഴയിൽ ചെട്ടിയാട് കത്താൻ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്. When I was serving the Lord at Chettiad at Alapi, I stood by the wayside to hear what the priest was saying. അന്ന് ആ പുരോഹിതൻ പറഞ്ഞു, നിങ്ങൾ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് മാനസാന്തരപ്പെട്ട് ആകാശത്തെ ഭൂമി ഉണ്ടാക്കിയ ഈശോയെ നിങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അവരുടെ വന്നത്തെ നിങ്ങൾ പിൻഗമിക്കണം. ചിലപ്പോൾ നാളെ എനിക്ക് ഈ സ്റ്റേജ് കിട്ടിയില്ലായിരിക്കാം. ഞാൻ തുറന്നു പറയുകയാണ്, ഈ ഉരുണ്ടതുകൊണ്ടും ഈ ചുമന്നതുകൊണ്ടും പ്രയോജനം ഉണ്ടാകുന്നില്ല എന്ന് ആ പുരോഹിതൻ വിളിച്ചു പറഞ്ഞു. That priest at that time said aloud that this man in God never pleases in this manner of worship, and this is not the true way. By rolling in the sand and worshipping God, this profiteth nothing. അന്നത്തെ കമ്മിറ്റിക്കാരെ കൂടി the committee gathered together. പുരോഹിതനെ ഈ നാളെ സ്റ്റേജ് കെട്ടിയാൽ ഉള്ളവരൊക്കെ പെന്തക്കോസ്തിൽ പോകുന്നു. Even tomorrow too, if we allow this priest to come to the stage, all will be turned into the Pentecostal people. അതുകൊണ്ട് അച്ഛനെ പിന്നെ കേട്ടില്ല. Therefore that priest was not allowed to preach. സത്യം തുറന്നു പറയുന്ന ഒരു സമൂഹം ഉണ്ടാക്കി തിരിച്ചു മാറ്റും. അവിടെ കമ്മിറ്റി രൂപീകരിക്കുന്നു, പാടുന്നു. ഇല്ല, ഞങ്ങൾ പറയുന്ന പോലെ പ്രസംഗിച്ചാൽ മതി, ഞങ്ങൾ പറയുന്ന പോലെ സംസാരിച്ചാൽ മതി, ഞങ്ങൾ പറയുന്ന പോലെ തീരുമാനിച്ചാൽ മതി. അതാണോ സഭ? ക്രിസ്തുവിന്റെ പ്രമാണത്തിന് യോജിച്ചുകൊണ്ട് ദൈവപ്രമാണത്തെ മുറുകെ പിടിച്ച് ജീവിക്കുന്നെങ്കിൽ അതാണ് ക്രിസ്തുവിന്റെ മാർഗം, അതാണ് ദൈവസഭ. The committee counsel together and says that the church should be led in accordance with all our ways and all kinds of leading. But this is not the true Christian way. The true Christian church is one in which is led in accordance with the law of Christ and with the worship and with the fellowship of Christ. എന്താ അവിടെ വായിച്ചത്? What did we heard being read? വായിച്ചേ. വ്യാജങ്ങളെ പ്രവചിപ്പിൻ, വ്യാജങ്ങളെ പ്രവചിക്കുകയും വഴി വിട്ടു നടപ്പിൻ, പാത തെറ്റി നടപ്പിൻ, ഇസ്രായേലിന്റെ പരിശുദ്ധനെ ഞങ്ങളുടെ മുൻപിൽ നിന്ന് നീങ്ങുമാറാക്കുവിൻ, ദൈവത്തിന്റെ പരിശുദ്ധനെ ഞങ്ങളുടെ മുൻപിൽ നിന്ന് നീങ്ങുമാറാക്കുവിൻ എന്ന് പറയുന്നു. ആകയാൽ ഇസ്രായേലിന്റെ പരിശുദ്ധൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ഈ വചനത്തെ നിരസിച്ചു കളയുകയും നിങ്ങൾ ദൈവത്തിന്റെ വചനത്തെ നിരസിച്ചു കളയും, പീഡനത്തിലും വക്രതയിലും ആശ്രയിച്ച് ചാരി നിൽക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഈ അകൃത്യം നിങ്ങൾക്ക് ഉയർന്ന ചുവരിൽ ഉന്തി നിൽക്കുന്നതും ഈ അകൃത്യം മാറത്തില്ല. This iniquity shall not depart. ദൈവത്തിന്റെ വചനത്തിന് അംഗീകാരം കൊടുക്കാതെ ദൈവമക്കളെ അങ്ങനെ ജീവിക്കുന്ന സമൂഹങ്ങൾ എത്രയോ ഈ ലോകത്തിൽ, ഈ ദേശത്ത്, കുണ്ട്ര ദേശത്തുണ്ട്. അവരുടെ അകൃത്യം ഒരിക്കലും വിട്ടുമാറത്തില്ല. അകൃത്യത്തിൽ പാപത്തിന് പരിഹാരം എന്ന് പറയുന്നത് നിശ്ചയമായിട്ടും ദൈവത്തിന് വചനത്തിന് അംഗീകാരം കൊടുത്ത് ജീവിക്കുന്ന ദൈവമക്കളെയാണ് ദൈവം ആദിക്കുന്നത്. Even in Kundra we see many denominations who do not accept the word of God as it is, and unto them I would like to say that your iniquity shall not depart, you shall not be purged out of all your iniquities, but there are the short children of God who give heed to the law of God as it is, and their iniquity shall be purged. ദൈവത്തിന് സ്തോത്രം. Praise be to God. കർത്താവിന്റെ വചനം പറയുന്നു നിങ്ങൾ രക്ഷിക്കപ്പെടണമെന്ന്. The word of God says that you have to be saved. ദൈവവചനം പറയുന്നു നിങ്ങൾ മുടികൾ സ്നാനം പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ മുടികൾ സ്നാനം സ്വീകരിക്കണം.
പ്രാപിക്കണമെന്ന്. The word of God says that you have to take immersion baptism in the name of the നിങ്ങൾ Father, Son and Holy Ghost. അന്യഭാഷ അടയാളത്തോടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കണമെന്ന് ദൈവത്തിന്റെ വചനം The പറയുന്നു. word of God says that you have to receive the anointing of the Holy Ghost with unknown tongues. നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടണമെന്ന് ദൈവത്തിന്റെ വചനം The പറയുന്നു. word of God says that you have to be sanctified. നിങ്ങൾ വേർപാട് അരീക്ഷിക്കണമെന്ന് ദൈവത്തിന്റെ വചനം The പറയുന്നു. word of God says that you have to lead a separated ഈ life. മക്കളുടെ തലമുറയിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കപ്പെടുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. The word of God says that you have to be saved from this perverse generation. നിങ്ങൾ പാപത്തോടും പാപശക്തിയോടും വേർപെട്ട പരിശുദ്ധമായി ജീവിക്കണമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. The word of God says that you have to set yourself free out of all your sinful natures and live a sanctified life. അതിനെ അംഗീകരിക്കാതെ ലോകത്തിന്റെ സ്നേഹത്തിലും ലൗകികമായ നിലയിൽ ജീവിക്കുന്നവരുണ്ടെങ്കിൽ അവിടെ അകർത്യം വിട്ട് മാറത്തില്ല. If there be any found who do not give the heed to the right word of God, and still they are found in all the worldly pleasures and ways, their iniquity shall not depart from them. ആദിച്ചന്റെ ഒരു സഹോദരൻ സാക്ഷി പറഞ്ഞല്ലോ, One brother from Adichanelu testified, തനിക്ക് എത്രയോ കാര്യത്തിൽ ദൈവം സന്തോഷം ഉല്ലാസമായിട്ട് അവൻ ജീവിക്കുകയുണ്ടായി. he enjoyed all kinds of gladness and pleasure in many things. ക്രിക്കറ്റ് കളിയിൽ പ്രേമമായിരുന്നു. He enjoyed cricket play too. പല മികൃതിയെ നടത്താനായിട്ടൊക്കെ നല്ല സന്തോഷമായിരുന്നു. And he enjoyed many kinds of sinful natures too. എല്ലാ സ്വഭാവത്തിനും നല്ല സന്തോഷമായിരുന്നു. He enjoyed all ക്രിസ്തുവിന്റെ സ്നേഹം ഉള്ളത്തിലേക്ക് വന്നപ്പോൾ അതൊന്നും വേണ്ടാന്ന് വെച്ചു. When the love of Christ entered into him, he cast away all those ഇനി ആ ദൈവ things. സ്നേഹത്തിൽ ജീവിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം അവനെ ഉത്സവസ്ത്രം ധരിപ്പിക്കും. If he shall truly press forward, abiding in all those natures, then God shall clothe him with a feast of garment. ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു. This morning the Spirit of God speaks to you. നിന്റെ അകൃത്യത്തിന് പരിഹാരം വരുത്തി നിന്നെ ഉത്സവസ്ത്രം ധരിപ്പിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. God desires to set an end to all your iniquity and clothe you with a garment of feast. പ്രിയ ദൈവമക്കളെ, ഉത്സവത്തിന് വരുമ്പോൾ ഉത്സവസ്ത്രം നിനക്ക് കിട്ടും. Dear children of God, when you come to take part in a feast, you shall receive the garment of it too. കല്യാണത്തിന് വരുമ്പോൾ കല്യാണ വസ്ത്രം കിട്ടും. When you take part in a wedding, you shall receive a wedding garment. നമുക്കറിയാമല്ലോ, കല്യാണ വസ്ത്രമില്ലാതെ നീ എങ്ങനെ അകത്ത് വന്നെന്ന് ചോദിച്ചപ്പോൾ നീ അറിയാമോ അവന്റെ വാക്ക് മുട്ടിപ്പോയി. പല കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു. പറയാൻ ബന്ധപ്പെട്ടതിന് ഒരു ഒറ്റ ഓർഡർ ഇട്ടു, കൈയും കാലും കെട്ടി പേരോട്ട് താഴോട്ട് കിട്ടേക്കാൻ പറഞ്ഞു. പല ന്യായങ്ങളുണ്ടല്ലോ. അങ്ങനെയൊക്കെ മാസൊക്കെ അങ്ങനെയൊക്കെ പറയാം. ഈ ലോകത്തിലേക്ക് ഞങ്ങൾ ജീവിക്കുന്നത് അങ്ങനെയൊക്കെ ജീവിക്കണ്ടായോ? ഒന്തക്കാർ ചാർച്ചക്കാരും ബന്ധുക്കളൊക്കെ വേണ്ടെന്ന് പറയാൻ നോക്കും. അവർ പോകുന്നത് നാട് ഓടുമ്പോൾ നാട് ഓടുമ്പോൾ നടുവേ പോണ്ടായോ? ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭാഷ ഇതൊക്കെ പ്രസംഗിക്കാൻ കഴിയും. കൊള്ളാം, ജീവിക്കണ്ടായോ? കൊള്ളാം, ജീവിച്ചോ, കുഴപ്പമില്ല. നിന്റെ അകർത്യം നിനക്ക് നാശകരമായി മാറും. You might be able to say that this is the way. അതുകൊണ്ട് ദൈവമക്കളുടെ ഒറ്റ കുടുംബത്തിലും ദൈവത്തിന് ഇതമല്ലാത്ത ഒരൊറ്റ ശക്തി ഉണ്ടാകരുത്. എല്ലാം നീക്കണം. ടെലിവിഷൻ മാറ്റണം, കമ്പ്യൂട്ടർ മാറ്റണം, നെറ്റ് കണക്ഷൻ മാറ്റണം, എല്ലാ കണക്ഷനും മാറ്റണം. ഫേസ്ബുക്കിൽ ആരൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ എല്ലാം നീക്കിക്കൊള്ളണം. ഇല്ലെങ്കിൽ അകർത്യം നിനക്ക് നാശകരമായി മാറും. In your house nothing should be found contrary to the will of God, and if such things are present in your house, you have to cast them forever. If not, your iniquity shall not depart from you. ഉത്സവ വസ്ത്രം ധരിച്ചെങ്കിൽ മാത്രമേ ഉത്സവങ്ങളുടെ നഗരമായിരിക്കുന്ന സിയോനിലേക്ക് യെരൂശലേമിലേക്ക് എത്തുവാൻ കഴിയൂ. You will be able to reach the city of Zion and Jerusalem, the city of solemnities, only if you are clothed with the garment of feast. അതാണ് നമ്മൾ ഫസ്റ്റിൽ വായിച്ചത്. ഉത്സവങ്ങളുടെ നഗരമായിരിക്കുന്ന സിയോനെ, യെരൂശലേമേ. Look unto Zion, the city of solemnities. ദൈവത്തിന് സ്തോത്രം. Praise be to God. അവിടെ പോയി വസിക്കണമെങ്കിൽ, അവനോട് കൂടെ വാസം ചെയ്യണമെങ്കിൽ ഉത്സവ വസ്ത്രം ദൈവമക്കൾക്ക് വേണം. In order to reach that city and dwell with him, the children of God truly need the garment of feast. മത്സര സ്വഭാവം, rebellion nature, ജഡിയ സ്വഭാവം, carnal natures, കോപ സ്വഭാവം, hot-tempered natures, ചേർച്ചയില്ലാത്ത സ്വഭാവങ്ങൾ, natures which are found unable to get united, ലോക സന്തോഷം, worldly pleasures, സഹോദരനോട് ഐക്യപ്പെടാത്ത സ്വഭാവം. if you are unable to live in fraternity, ഒരേ പായിരുന്ന് ആരാധിച്ചാലും അങ്ങോട്ട് നോക്കാതെ ഇങ്ങോട്ട് നോക്കിയിരുന്ന് ആരാധിക്കുന്നു. even if you sit in the same mat, you turn back and worship. ഒരേ പായിലാണ് ആരാധിക്കുന്നത്. You sit in the same mat and worship. ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കും, പക്ഷെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ മടങ്ങി അങ്ങ് വെട്ടും. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന വ്യക്തികൾക്ക് ഏത് വസ്ത്രം കൊടുക്കുന്നത്? To such persons, which garment shall be given? ചുമപ്പ് പട്ട്, ചുവപ്പ് പട്ട്, പരവതാനി കേട്ടോ. അതെയാണ് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ അങ്ങനെയാണല്ലോ. കല്യാണത്തിൽ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് ഇപ്പോഴത്തെ പുതിയ ഭാഷ വന്നിരിക്കുകയാണ്. ചുമന്ന പട്ട് ധരിക്കുന്നവർ ചിന്തിച്ചോണം, കർത്താവ് കൂടെ ഇല്ലെന്ന്. Red silk is found today in all kinds of wedding. കർത്താവിനെ ആക്ഷേപിക്കാനായിട്ട്, കളിയാക്കാനായിട്ട് ദൈവമക്കളെ അവനെ ധരിപ്പിച്ച വസ്ത്രമാണ് ചുവന്ന പട്ട്. This garment, a red garment, was given to our Lord Jesus in order to mock him.
അതുകൊണ്ട് ഇപ്പം പുതിയ ഭാഷ വന്നിരിക്കുകയാണ്. ഇപ്പോൾ വിശ്വാസികൾ പിള്ള എന്നാണ് സൗദിയാത്. അയ്യോ സഭായത്തിന് ഇപ്പൊ വെള്ളവസ്ത്രം ധരിച്ച് തന്നെ വിഷമിച്ചിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ ഉടൻ തന്നെ കളർ കൊടുത്തോണ്ട് ചിലർ പോയി 2 വസ്ത്രം കൊണ്ടാണ് വരുന്നത് സഭായത്തിന്. എനിക്കറിയാം ചിലര് 2 വസ്ത്രമായിട്ടാണ് വരുന്നത്. കാരണം ഇവിടെ വരുമ്പോ വെള്ള ഇറങ്ങിപ്പോകും, വാഹനത്ത് നിന്ന് അങ്ങോട്ട് കയറിയിട്ട് മറ്റേ കൊടുത്തോണ്ടാ പോകുന്നത്. നീയാണ് ബന്ധക്കോസുകാരി? നിന്നെ വസ്ത്രം ധരിപ്പിക്കോ കർത്താവ്? നിന്നെ വസ്ത്രം ധരിപ്പിക്കത്തില്ല. ഞാൻ കണ്ട കാര്യം പറയാണ്. ഞാൻ ചോദിച്ചു, സഹോദരി ഈ വസ്ത്രമായിട്ടല്ലോ നീ സഭായത്തിൽ വന്നത്, നീ ഇപ്പൊ ഇവിടുന്ന് കിട്ടി? അത് 2 കരുതിക്കൊണ്ടാ വരുന്നത്, 2 കരുതിക്കൊണ്ടാ വരുന്നത്. ഒന്ന് ഇവിടെ വരുമ്പോ ഉടുക്കാൻ, ഒന്ന് പോകുമ്പോൾ വേറെ. അപ്പൊ അതൊക്കെ ഇവിടെ വന്ന് അവിടെ വന്ന് നിന്നെയാണോ വിശ്വാസം ധരിപ്പിക്കുന്നത്? നിനക്കാണോ സിയോന് കിട്ടുന്നത്? എവിടെ കിട്ടാനാ? You come here with a particular garment, and when you go from away a place of worship, you wear another garment, and is it for you God is going to give you Zion and Jerusalem? ഇവിടെ വന്നിരിക്കുന്ന ഈ മക്കൾ ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് എന്റെ ബൈബിളും കൈപിടിച്ചുകൊണ്ട് നല്ല സന്തോഷത്തോടെ പോകണം. നീ ആരാധന ബന്ധക്കോസുകാരിയാണ് പറയണം. ദൈവത്തിന് സ്തോത്രം. ബന്ധക്കോസുകാരിയായിട്ടിരിക്കണം, ബന്ധക്കോസുകാരിയായിട്ട് കടന്നു പോകണം. അങ്ങനെയുള്ളവരെ ദൈവം മാനിക്കുന്നത്, ദൈവം അവരെ നിശ്ചയമായിട്ട് മാനിക്കുന്ന ഈ മക്കളെ. ഇന്നലെ രാത്രി സാക്ഷി പറഞ്ഞ സഹോദരന് സാക്ഷി ഉണ്ട് കേട്ടല്ലോ. You might have heard the brother who testified yesterday. അവിടെ അമ്മ, his mother, അവരെ അമ്മയെ സ്നാനപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചു മോന്. The son decided that his mother should take water baptism. പോയപ്പോൾ വെള്ളവസ്ത്രം ഒരു വെള്ളസാരി എടുത്തുണ്ടാ പോയത്. So when they went for taking baptism, they went with a white saree. അവനെ അമ്മയെ കോഴിക്കോട്ട് കൊണ്ടുപോയി. He took her to Kozhikode. മീറ്റിംഗിൽ സംബന്ധിച്ചു. That he took part in the meeting. അമ്മ അഭിഷേകം പ്രാപിച്ചു. The mother received anointing. അമ്മ സ്നാനം എടുത്തു. And she took water baptism. അപ്പനാണെങ്കിൽ ക്രൂരനും ദുഷ്ടനും കുടിയനുമാണ്. But father is a cruel man, he is a wicked man. പക്ഷേ അമ്മ വെള്ളസാരി ഉടുത്തോണ്ട് അവിടെ വീട്ടിൽ ചെന്നു. But this mother, after having baptized, came forth home with a white garment. അതാണ് പെന്തക്കോസ്ത്. This is the true Pentecost. ദൈവത്തിന് സ്തോത്രം. Praise be to God. ചിലപ്പോൾ പീഡ ഉണ്ടാകാം. There might be afflictions. There might be sufferings. ഒരിക്കൽ ഞാനൊരു സഹോദരി ചോദിച്ചു, എന്താ ഇങ്ങനെ സഭായത്തിന് വെള്ളവസ്ത്രം ധരിച്ചു നിങ്ങൾ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്ന? അച്ഛാ അവിടെ ചെല്ലുമ്പോഴത്തേന് വെള്ളയൊക്കെ കറക്കും, അതുകൊണ്ട് ഇത് കൊടുത്തോണ്ട് പോകാൻ വിചാരിച്ചത്. എന്ത് വ്യാജമല്ലേ? അപ്പൊ ഞങ്ങളുടെ എല്ലാം വെള്ളയാണെന്നല്ലേ, അവിടെ ചെല്ലുമ്പോൾ കറക്കത്തുമില്ല. ഇത് ഒരു ഡ്രസ്സ് തന്നെ ചിലപ്പോൾ 3-4 ജോഡി മീറ്റിങ്ങിനൊക്കെ ഇരിക്കും. എന്നിട്ട് കറക്കുന്നൊന്നുമില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. കറക്കുന്നൊന്നുമില്ല, വെളുക്ക് തന്നെ ഇരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് മാത്രം കറപ്പിന്റെ എത്ര കൂടാനുള്ള കാര്യം എന്താ? പൊടി എങ്ങനെ കയറാനാ? ഇതൊക്കെ വ്യാജമാണ്. കാരണം മീനിന്റെ സ്വഭാവം അറിയാമല്ലോ. ഈ ഒരു സൈസ് മീനുണ്ട്, തലയും പാലും. മീൻകറിക്ക് ചെല്ലുമ്പോൾ അവൻ ദൈവമോ വാലകാട്ടി ഇങ്ങനെ വാലാട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ പാമ്പിന്റെയൊക്കെ ചെല്ലുമ്പോൾ അവൻ തല ഉയർത്തിങ്ങായിരിക്കും. സൈസിൽ മീനുണ്ട്, അറിയാമോ? അതുപോലെ ആകരുത് ബന്ധക്കോസ്തുകാര്. എവിടെയും ജീവിക്കണം. ദൈവമക്കളെ, നിന്നെ ഉത്സവസ്ത്രം ധരിക്കാതെ നീ സിയോനിൽ യെരൂശലേമിൽ എത്തുവാൻ കഴിയില്ല. The children of God should not practice falsehood in their lives without being clothed with the raiment of feast. You will not be able to enter the city of solemnity, Zion and Jerusalem. ദൈവത്തിന്റെ വചനത്തെ നിരസിക്കുന്നവർ, ആ വാക്യം മാത്രം വായിച്ച ഒന്നുകൂടെ 30:12 വാക്യം, യെശയ്യാ 30:12 വാക്യം വായിച്ചാട്ടെ. Isaiah chapter 30 and verse 12. ആകയാൽ ഇസ്രായേലിന്റെ പരിശുദ്ധൻ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ ഈ വചനത്തെ നിരസിച്ചു കളയുകയും പീഡനത്തിലും വക്രതയിലും ആശ്രയിച്ച് ചാരി നിൽക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഈ അകൃത്യം നിങ്ങൾക്ക് ഉയർന്ന ചുവരിൽ ഉന്തി നിൽക്കുന്നതും പെട്ടെന്ന് ഒരു മാത്ര കൊണ്ട് വീഴുന്നതുമായ ഒരു പൊട്ടൽ പോലെ ആയിരിക്കും. ദൈവമക്കളെ, നിശ്ചയമായിട്ടും അകൃത്യത്തിന് പരിഹാരം വരുത്തി ഉത്സവ വസ്ത്രം ധരിപ്പിക്കുവാൻ ഇന്ന് പൗർക്കാലഘട്ടം ആഗ്രഹിക്കുന്നു. ഇതിനുള്ള തെറ്റായിട്ടുള്ള സ്വഭാവങ്ങളെ നീക്കുവാൻ ആഗ്രഹിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തമായിട്ട് ഒരാളെ വരട്ടെ. ദൈവത്തിന് സ്തോത്രം. Praise be to God. അകൃത്യത്തിന് പരിഹാരം. And iniquity should be purged. അതുകൊണ്ടാണ് ഉത്സവ വസ്ത്രം നിന്നെ ധരിപ്പിക്കും. Therefore God will clothe you with a raiment. സ്വഭാവത്തിന് രൂപീകരണം ഉണ്ടാകും. Transformation in character will be made. മൂന്നാമതായിട്ട്, thirdly, ഉത്സവ വസ്ത്രം ധരിപ്പിക്കണമെങ്കിൽ, for the garment of feast to be clothed, ഉത്സവം പ്രമാണിക്കുക എന്ന് പറയുമ്പോൾ keeping a feast means, അതിലുണ്ടാകുന്ന അനുഭവം അറിയാമോ? do you know what is the experience which is found in it? ഉത്സവം ആചരിക്കണം. How shall ye observe a feast? 1 കൊരിന്ത്യർ 5:8 വാക്യത്തിൽ വായിക്കുമ്പോൾ, in 1 Corinthians chapter 5 and നീ verse 8, ഉത്സവം ആചരിക്കുമ്പോൾ, when you keep a feast, പുളിപ്പില്ലായ്മയിൽ ഉത്സവം ആചരിക്കണം. we have to observe it with the unleavened bread. വായിച്ചേ. ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല, പഴയ പുളിമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടുമല്ല. പുളിമാവ് ഏതാണ്? തിന്മയും ദുഷ്ടതയുള്ള സ്വഭാവം ഉണ്ടെങ്കിൽ അത് പുളിമാവാണ്. If malice and wickedness is found in you, then it is a leavened bread. തിന്മയും ദുഷ്ടതയുള്ള ആ ജീവിതമുണ്ടെങ്കിൽ, തിന്മയായ അനുഭവങ്ങൾ, നന്മയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ തിന്മവശങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ അത് പുളിമാവാണ്.
If any are found seated here who do not give priority to good things and who are found with all kinds of evil natures, then this is unleavened bread. സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കാം. ആ വാക്യം ഒന്നുകൂടെ വായിച്ചാട്ട്. ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല. ആകയാൽ നാം പഴയ പുളിമാവ് എന്ന് പറയുന്നത് പണ്ടത്തെ സ്വഭാവം നമുക്കറിയാമല്ലോ. അതാണ് old leaven means or old natures. പണ്ടത്തെ സ്വഭാവം വിട്ടുമാറിയിട്ടില്ല. Old characters is not still departed. പണ്ടത്തെ നമുക്കറിയാമല്ലോ, പണ്ടത്തെ സ്വഭാവങ്ങൾ ഞാൻ പ്രത്യേകിച്ച് പറയണ്ട, ഓരോരുത്തർക്ക് അറിയാമല്ലോ അവരുടെ സ്വഭാവങ്ങളാ. ആ സ്വഭാവങ്ങളൊക്കെ ഇന്ന് പലരും മാറിയിട്ടില്ല. Each and everyone know all kinds of old characters which found in us and it still persists. ഒരിക്കല് ഒരു 10 ലിറ്റർ പാല് കൊണ്ടുവന്നു. Once we brought 10 liters of milk. അത് ചൂടാക്കാൻ കൊടുത്തു. And it was boiled. ചൂടാക്കി കഴിഞ്ഞപ്പോൾ but when it was made hot, അതെല്ലാം കൂടെ അങ്ങ് എന്താ പറയുന്നേ പിരിഞ്ഞുപോയി. അപ്പോൾ അത് ഉടനെ അവർ പറഞ്ഞു പാലിന്റെ ദോഷമാണ്, പഴയ പാലാണ്, മറ്റേതാണ്, ഇങ്ങനെയാണ്, അതുകൊണ്ട് ഇനി ആ പാല് മേടിക്കണ്ട. So they said this was the old milk and you should not buy it henceforth. ഞാൻ പറഞ്ഞ ആ കലഞ്ഞു കൊണ്ടുവാ. I told bring the pot here. കലം നോക്കിയപ്പോൾ when I looked the pot, പഴയ അംശം അതിനകത്തിരിപ്പുണ്ട്. the old something old substance was found sticking in it. പഴയ അംശം ഇരിക്കുന്ന കാലത്തോളം എത്ര ലിറ്റർ പാൽ ഒഴിച്ചാലും അതിനെ കളതി. As long as the old thing sticks in it, then the milk will never be good which is poured in it. എത്രമാത്രം വചനം കേട്ടാലും, as much as you hear the word of God, എന്ത് ഉണർവ് പ്രാസംഗികനെ കൊണ്ട് പ്രസംഗിച്ചാലും, the more a revival preacher comes and gives the word of God, ലോകം കിടുകുന്നായ വചനം കേട്ടാലും, even though the word of God is being given even as if the whole world shakes, നിന്റെ പഴയ ആ പുളിമാവ് ഇരിക്കുന്ന കാലത്തോളം, നിന്റെ വീട്ടിലെ ആ പുളിമാവ് ഇരിക്കുന്ന കാലത്തോളം നീ ദൈവവചനം കേട്ടതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല. as long as the old leaven is found in you, then the more you hear the word of God, it never profiteth you. ഞാൻ പറയട്ടെ, പഴയ പുളിമാവായിരിക്കുന്ന ആ ദുഷ്ടതയുടെ അനുഭവം, നിനക്ക് പ്രാർത്ഥിക്കാൻ സമയത്ത് പ്രാർത്ഥനയുടെ സമയം നഷ്ടപ്പെടുത്തി കളയുന്നായ ആ ദുഷ്ട സ്വഭാവങ്ങള്, ആ ശക്തികള്, ആ ടെലിവിഷനും അതും ഇതുമൊക്കെ നീക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഇനി എന്റെ വീട്ടിൽ ഇത് വേണ്ട, പഴയ പുളിമാവ് എനിക്ക് വേണ്ട, സ്വച്ഛതയും സത്യമായിട്ടുള്ള പുളിപ്പിലായി ഉത്സവം ആചരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം, അങ്ങനെ ആ വീട്ടിൽ ആ സാധനം ഇരിപ്പുള്ളവർ അത് നീക്കാൻ ആഗ്രഹിക്കുന്നവരൊന്ന് കൈവെക്കാമോ? അത് ഉള്ളവർ നീക്കാനായിട്ട് ആഗ്രഹിച്ചവർ ഒന്ന് കൈവെക്കണേ. യേശുവിന് വലിയ പോകാൻ ആഗ്രഹിക്കുന്നവർ മാത്രം കൈവെക്കാൻ മതി. ദൈവത്തിന് സ്തോത്രം. പല ദൈവമക്കളുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഇനി ഇത് ആരുടെയും വീട്ടിൽ ഇരിപ്പുണ്ടെന്ന് ചോദിച്ചാൽ ഇതൊക്കെ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെയാണോ പറയേണ്ടത്? ഇതൊക്കെയാ പറയാൻ ഞാൻ നിൽക്കുന്നത് കേട്ടോ, ഇത് പറയാനാണ് നിൽക്കുന്നത് ഞാൻ, വേറെ ഇത് പറയാനാ. ദൈവത്തിന് സ്തോത്രം. ഈ പാവപ്പെട്ടവരെ ഏൽപ്പിച്ചിരിക്കുന്നത് ഇതൊക്കെ പറയാനായിട്ടാണ്. ദൈവത്തിന് സ്തോത്രം. നിന്റെ വീട്ടില് പുളിമാവ് ഇരിക്കുന്നെങ്കിൽ നിന്റെ ദൈവത്തിന്റെ വചനത്തിനോട് പ്രാധാന്യമില്ല, എന്റെ ദൈവത്തിനോട് കുടുംബത്തിൽ പ്രാധാന്യമില്ലെന്നേ. If old leaven is found in your house, then your God is never gives importance to it. ഏതാണ് വചനം? What is the word of God? നമ്മുടെ യേശുവാ, our Jesus. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, ദൈവം വചനമായിരുന്നു. The word of God was found at the beginning and God himself was the word. പഴയ പുളിമാവ്, the old leaven. ഞാൻ പറയാ, എല്ലാം ക്ലീൻ ഷേവ് ചെയ്തിട്ട് ഇത് മാത്രം വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ പഴയ പുളിമാവല്ലേ ഇത്? ദൈവത്തിന് സ്തോത്രം. Praise be to God. എല്ലാം കളഞ്ഞിട്ട് ശേഷം ഇതെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് താഴോട്ട് വെച്ചുകൊണ്ട് ഇങ്ങനെ കിതാബ് വീശുളി ഒക്കെ വെച്ചുകൊണ്ട് നീ അങ്ങനെ ഇരിക്കുന്നുവെങ്കിൽ അത് പഴയ പുളിമാവല്ലേ ഇത്? അത് പഴയ പുളിമാവ് തന്നെ. ദൈവത്തിന് സ്തോത്രം. എല്ലാം മാറ്റണം. ദൈവത്തിന് സ്തോത്രം. സഹോദരിമാരെ, ദൈവത്തിന് ഈ ലോകത്തിലുള്ള കല്യാണത്തിൽ ചെല്ലുമ്പോൾ കാഞ്ചീപുരം പട്ടുസാരി ഉടുത്തിട്ട് എല്ലാവരെയും കൂടെ നാത്തൂനും എല്ലാം കൂടെ ഒന്നിച്ച് ഒരേ യൂണിഫോം അടിച്ചുകൊണ്ട് വരുന്നെങ്കിൽ അത് പഴയ പുളിമല്ലേ? നീ പഴയ മനുഷ്യനെ മാറ്റിയിട്ടുണ്ടോ? ഇല്ല. Dear sisters, when you take part in a wedding ceremony, if you all together wear in uniform a particular kind of saree, അതുകൊണ്ട് പഴയ പുളിമാവിനെ എന്നേക്കുമായി നീക്കണം. Forever we have to cast the old leaven. ദൈവത്തിന് സ്തോത്രം. Praise be to God. പഴയ സ്വഭാവത്തെ എന്നേക്കുമായി നീക്കണം. All nature should be cast away forever. യേശുവിനോട് ചേർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ പഴയ പുളിമാവിരിക്കുന്നതോളം നിനക്കൊരിക്കലും ഉത്സവം ആചരിക്കുവാൻ കഴിയില്ല. Dear children of God who decide to live united with Jesus, as long as the old leaven is found in you, you will never be able to keep the feast. പലർക്കും പ്രയാസം തോന്നും ഇത്.
Many found difficult to accept this. നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടിരിക്കുന്ന കാര്യം. I leave all this for your own will. ദൈവത്തിന് സ്തോത്രം. Praise be to God. ലോകത്തിലുള്ള അലങ്കാരങ്ങളൊന്നും നമുക്ക് സൗകര്യമായി നമുക്ക് വേണ്ട കേട്ടോ. Dear children of God, we should not be garnished with the worldly. ലോകജാതിയായി ജീവിച്ച സമയത്ത് രക്ഷിക്കപ്പെടുന്നതിന് മുൻപായി സ്ഥാനപ്പെടുന്നതിന് മുമ്പായിട്ട് പിള്ളേര് ചുരിദാരൊക്കെ ധരിക്കുമ്പോൾ പിന്നെ ഇവിടെ മുതൽ അങ്ങോട്ട് കീറിയിടുമായിരുന്നു. രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ അത് മാറ്റണമെന്നാ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇതൊക്കെയും ഞാൻ ഇന്ന് പറയാതെന്താ, എല്ലാം ഒന്ന് മാറ്റി എല്ലാം ക്രമീകരിച്ച് യോഗ്യമായി ജീവിക്കാനായിട്ട് പഠിക്കുന്നുവെങ്കിൽ അതാണ് പഴയ പുലിമാവിനെ നീക്കുന്ന അനുഭവം. We should live a modest life, casting away all kinds of old natures, and this is the experience of unleavened bread. സമൂഹം കാണുന്നു ചിന്തിച്ചോണം. You have to remember that the public would watch you. നാലുപേരെ ശ്രദ്ധിക്കാനായിട്ട് നീ നടക്കരുത്. Do not walk in such a manner that the public would have a glance at you. തത്തിത്തത്തി നടക്കുന്നു, തത്തിത്തത്തി നടക്കുന്നു, കാലുകൊണ്ട് ചെലപ്പടി കേൾപ്പിക്കുന്നു. ഈ സ്വഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അത് പുലിമാവാണ്. If all these natures are found in us, it is an old leaven. അവരും നിന്നെ ശ്രദ്ധിക്കാനായിട്ടുള്ള നടപ്പ് നടക്കരുത്. നിന്റെ നടപ്പ് എപ്പോഴും ലളിതമായിരിക്കണം, ശാന്തമായിരിക്കണം. You should not walk in such a manner in order to attract others. Always your walk should be modest. ദൈവത്തിന് സ്തോത്രം. Praise be to God. ഒരിക്കലും ഒരാൾ സുവിശേഷവേലയ്ക്കായി ഒരു സഹോദരിയെ കൊണ്ടുവന്നു. Once a sister was brought to be taken for the ministry. അത് കണ്ടിട്ട് വേറെ ആൾ പറഞ്ഞു, and on seeing this, another person said, അവിടെ സത്താവ് സുവിശേഷയ്ക്ക് വന്നെങ്കിൽ നിശ്ചയമായി വിശ്വാസിപടി ഇളക്കും പാസ്റ്ററെ, അവനെ വേണ്ടാകട്ടോ. Pastor, if she truly comes for the ministry, then the faith home will be shook. Therefore she not detail. അയ്യോ, അമ്മയ്ക്ക് സ്വത്ത് കൊടുക്കത്തില്ല, വീട്ടിൽ സ്വത്ത് കൊടുക്കത്തില്ല, അപ്പന് സ്വത്ത് കൊടുക്കത്തില്ല, ആർക്ക് സ്വത്ത് കൊടുക്കത്തില്ല, അവിടെ മുമ്പിൽ നിൽക്കാൻ ആരെയും കഴിയില്ല. ഞാൻ പറഞ്ഞു വേണ്ടായ കൊണ്ടുപോക്കോളാൻ പറഞ്ഞു. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോ ഇതൊക്കെ പഴയ പുലിമല്ലേ? മറുഭാഷ മാത്രം പറഞ്ഞുകൊണ്ടായോ? നിന്റെ സ്വഭാവത്തിന് രൂപീകരണമില്ലെങ്കിൽ എന്താണ് അർത്ഥം? എല്ലാ പഴയ സ്വഭാവങ്ങളും നീക്കണം. സ്വച്ഛതയും സത്യമായ പുളിപ്പില്ലായ്മയിൽ നിന്റെ ഉത്സവം ആദരിക്കണം. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. All your old experience should be cast away and old leaven should be changed, and you should be clothed with the unleavened bread of sincerity and truth, and that is which God desires of us. നമ്മൾ ഉത്സവം ആചരിക്കാൻ വന്നിരിക്കുകയാണ്. We have to come to keep the feast. നമ്മുടെ ജീവിതം ലളിതമായിരിക്കണം. Our life should be simple. നമ്മൾ മറ്റുള്ള സമൂഹത്തിന്റെ മുൻപിൽ ശ്രേഷ്ഠനായി കാണണം. In the society we should be found remarkable persons. ദൈവത്തിന് സ്തോത്രം. Praise be to God. കർത്താവിന്റെ രാജ്യത്തിൽ പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നവർ പഴയ പുലിമാവ് മുഴുവനും നീക്കണം. സ്വച്ഛതയും സത്യമായ പുളിപ്പില്ലായ്മയിൽ ഉത്സവം ആചരിക്കട്ടെ. All those who decide to enter into the kingdom of God should cast away all the old leaven, and in order to observe the feast they have to observe it with the unleavened bread of sincerity and truth. സാധാരണ ജാതികളെ പോലെ നമ്മൾ ഒരിക്കലും നടക്കരുത്. As common people we should never walk. പഴയ സ്വഭാവങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നീക്കണം. All character should be removed. താഴ്മ നമുക്ക് വേണം. We need humility. വിനയം നമുക്ക് വേണം. We need lowliness. കൃപയുടെ വാക്ക് നമുക്ക് വേണം. We need graceful words. ശാന്ത സ്വഭാവം നമുക്ക് വേണം. We need a quiet heart. ദൈവത്തിന് സ്തോത്രം. Praise be to God. ആ നിലയിൽ ജീവിക്കുന്നവരെ ദൈവം മാനിക്കുന്നത്. And God honors such people who live in this manner. ജീവിതത്തെ ക്രമീകരിച്ച് ക്ലിയറായി തീർക്കുന്നതാണ് പുളിപ്പില്ല പ്രാർത്ഥന. The prayer of an unleavened bread is that formulating your lives and sitting right. ഒരു വാക്ക് പ്രാർത്ഥിച്ചാൽ സ്വർഗ്ഗം ആമേൻ എന്ന് പറയും. When such people stand in the presence of God and pray every word, and heaven shall say amen. എന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം സ്വർഗ്ഗം ആമീൻ പറയും എന്ന് ധൈര്യമായി പറയാനുള്ള ദൈവമക്കൾ മാത്രം കൈയുയർത്തി അങ്ങനെ പറയാമോ? മതി, എല്ലാവരും കൈ വെക്കണ്ട. നന്നായിരിക്കട്ടെ. എല്ലാവരുടെ കൈ ഉയർന്നിട്ടുമില്ല, ഉയർത്താൻ ഒക്കത്തില്ല. അങ്ങനെയാണ്. ദൈവത്തിന് സ്തോത്രം. പുളിപ്പില്ലായ്മയിൽ ഉത്സവം ആചരിക്കണം. We have to keep the feast with unleavened bread. ആ വായിക്കൊന്നുകൂടെ വായിച്ചാട്ട്. ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടുമല്ല, സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കാം. ദൈവത്തിന് സ്തോത്രം. Praise be to God. നാലാമതായിട്ട് Fourthly, ഞാൻ പറഞ്ഞു വിടാം. I just go away with this. ഉത്സവം ആചരിക്കാൻ കടന്നു വരുന്നവർ വരുന്ന വഴിയെ തിരിച്ചു പോരുത്, വേറെ പുതിയ വഴി പോകണം. എസെക്കിയേൽ 46:9 വാക്യം. എസെക്കിയേൽ 46:9. ഉത്സവത്തിന് വരുന്നവർ വരുന്ന വഴിയെ പോകരുത്, പുതിയ വഴിയെ കൂടെ പോകണം. In Ezekiel chapter 46 and verse 9, we read that the one who cometh to observe the feast, he should enter in one way and go by the other way. വായിച്ചാട്ട്. എന്നാൽ ദേശത്തെ ജനം ഉത്സവങ്ങളിൽ യഹോവയുടെ സന്നിധിയിൽ വരുമ്പോൾ വടക്കേ ഗോപുരം വഴിയായി നമസ്കരിപ്പാൻ വരുന്നവൻ തെക്കേ ഗോപുരം വഴിയായി പുറത്തേക്ക് പോകുകയും
തെക്കേ ഗോപുരം വഴിയായി വരുന്നവൻ വടക്കേ ഗോപുരം വഴിയായി പുറത്തേക്ക് പോകുകയും വേണം. വരുന്ന വഴി കൂടെ പോരുത്, ഒരു പുതിയ വഴി കൂടെ നീ കടന്നു പോകണം. He should not return in the same way in which he came. He had to go through another way. നീ വന്നിരിക്കുന്ന പോലെ മടങ്ങി പോരുത്, ഒരു പുതുക്കം പ്രാപിച്ച പുതിയ വഴിയെ സ്വീകരിച്ചുകൊണ്ട് പുതുക്കം പ്രാപിച്ച പുതിയ മനുഷ്യനായി കടന്നു പോകണം. Dear children of God, you should not go back in the same way through which you have come, having received a renewal. As a new man, you have to go through another way. വഴിയെ വന്ന വഴിയെ തന്നെ നീ അതുപോലെ തന്നെ പോയാൽ എന്താ പ്രയോജനം? എന്തുവാ? If you return in the same way, then what profit do you have out of it? റോമർ 7:6 വായിച്ചേ. Romans chapter 7 and verse 6. നമ്മുടെ അവയവങ്ങളിൽ ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരിക്കുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കൊണ്ട് അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു. ദൈവമക്കളെ, അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല ആത്മാവിന്റെ പുതുക്കത്തിൽ ജീവിക്കണം. Dear children of God, not in the oldness of letter, but in the newness of spirit we have to live. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കപ്പെടുന്നു. The letter killeth, but the spirit and liveth us. അക്ഷരം കൊല്ലുന്നു, the letter killeth, ആത്മാവോ ജീവിപ്പിക്കപ്പെടുന്നു. the spirit and liveth. അക്ഷരത്തിന്റെ പഴക്കം എന്ന് പറയുന്നത് ന്യായപ്രമാണമാണ്. The oldness of letter signifies the law. അത് മനുഷ്യനെ നീതിയിലേക്ക് നയിക്കാത്ത അനുഭവമാണ്. This experience does not lead man towards righteousness. ദൈവത്തിന് സ്തോത്രം. Praise be to God. അക്ഷരത്തിന്റെ പഴക്കമല്ല ആത്മാവിന്റെ പുതുക്കം. ആത്മാവിന്റെ പുതുക്കം എന്ന് പറയുന്നത് കൃപയുടെ പ്രമാണമാണ്, കൃപയുടെ സാദൃശ്യമാണ്, കൃപയുടെ വഴികളാണ്. Not in the oldness of letter, but in the newness of spirit. The newness of spirit signifies all kinds of graceful words and the ways of law of grace. ന്യായപ്രമാണ പ്രകാരം ഒരു ജഡവും നീതീകരിക്കപ്പെട്ടില്ല. No man was justified through the law. ന്യായപ്രമാണം വരുവാനുള്ള നന്മ നിഴൽ മാത്രമായിരുന്നു. The law was just a shadow to the goodness which had to come. അതുകൊണ്ടാണ് പൂർണ്ണത പ്രാപിപ്പാൻ കഴിയാത്ത നിയമങ്ങളും വഴിപാടിനെയും ഒക്കെയും ദൈവം നീക്കി രണ്ടാമത്തേത് സ്ഥാപിക്കുവാൻ ഒന്നാമത്തേത് നീക്കിക്കളഞ്ഞു. Therefore God casted away all the old things in order to establish the first. ദൈവമക്കളെ, അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കപ്പെടുന്നു. The letter killeth, but the spirit and liveth. എന്താ വായിച്ചത്? അക്ഷരത്തിന്റെ പഴക്കമല്ല, അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന്, ആത്മാവിന്റെ പുതുക്കത്തിനെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായി. ദൈവത്തിന് സ്തോത്രം. Praise be to God. കാരണം because ന്യായപ്രമാണം നമ്മെ തകർക്കുന്ന അല്ലെങ്കിൽ കൊല്ലുന്ന അല്ലെങ്കിൽ അപായപ്പെടുത്തുന്ന ശക്തിയാണ്. Law destroys, killeth or defames us. അതുകൊണ്ടാണ് ന്യായപ്രമാണം എന്ന് പറയുമ്പോൾ പ്രതികാര മനസ്സാ. Law means a spirit of retaliation. ഒരാൾ കോപിച്ചെങ്കിൽ അവനോട് കോപിക്കണം. If one gets angry, then you too have to retaliate him. ഒരാൾ അടിച്ചെങ്കിൽ അവനെ അടിക്കണം. If one smites you, then you have to smite him. പല്ലിന് പല്ല്, കല്ലിന് എന്താണ്, കണ്ണിന് കണ്ണ്. ഒരു കണ്ണെടുത്തെങ്കിൽ അവന് കണ്ണെടുക്കണം, പല്ലെടുത്തെങ്കിൽ അവന് പല്ല് തകർക്കണം, കൈവെട്ടിയെങ്കിൽ അവന് കൈവെട്ടണം. ഇതാണ് ന്യായപ്രമാണം. Teeth for teeth, eye for eye, hand for hand, and this is the law. എന്നാൽ കൃപയും പ്രമാണം. But the law of grace. കർത്താവേ, ഇവർ ചെയ്യുന്ന അറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ക്രിസ്തുവിന്റെ പ്രാർത്ഥന, കൃപയും പ്രമാണം. Oh Father, please forgive, for they know not what they do, and this is the law of Christ. നീ ഇന്നും ന്യായപ്രമാണത്തിന് കീഴിലായിരിക്കുന്നുവെങ്കിൽ ഒരു കാലത്ത് നമുക്ക് പുരോഗതി ഉണ്ടാകത്തില്ല. If you are found subject to law, then no, never will prosperity come unto you. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണ്? Dear children of God, what is our God desires concerning you and me? അക്ഷരത്തിന്റെ പഴക്കമല്ല, not the oldness of letter. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 1 Kings 13:9 chapter 13 and verse 9. വെള്ളം കുടിക്കുകയും നീ അപ്പം തിന്നരുത്, വെള്ളം കുടിക്കരുത്, പോയ വഴിയായി മടങ്ങി വരികയും അരുത് എന്ന് യഹോവ അരുളപ്പാടായി എന്നോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ബേഥേലിലേക്ക് വന്ന വഴിയായി മടങ്ങാതെ മറ്റൊരു വഴിയായി പോയി. പ്രവാചകനെ കുറിച്ച് നമുക്കറിയാം. Concerning this prophet we know ദൈവത്തിന്റെ പ്രവാചകനായിരുന്നു. He was a prophet of God. ദൈവത്തിൽ ആത്മാവ് സംസാരിച്ചു. The spirit of God spoke to him. നീ വന്ന വഴി പോകരുത്. Go not into the same way through which you came. Go through another way. എന്നാൽ അതിനിടയിൽ പ്രവാചകൻ കേറി, കള്ളപ്രവാചകൻ. ഞാനൊരു പ്രവാചകനാണ്. I too am a prophet like you. പ്രവാചകന്മാർ മനസ്സിലാക്കി വേണം ജീവിക്കാൻ. Prophets should understand all these things. If not, you will be in danger. വേറെ പ്രവാചകൻ നിന്നെ പ്രവാചകനാണ് ഞാൻ. Another prophet said,
that I too am a prophet like you. ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്നു നീ ഇവിടെ വന്ന് അപ്പം തിന്നണം ഭക്ഷണം കഴിച്ചു പോകണമെന്ന്. So God has commanded me to say you that you have to eat and drink from here. നിയമം ലംഘിച്ച പ്രവാചകൻ, The prophet transgressed the law. അവൻ കടന്നു പോകുമ്പോൾ ഒരു സിംഹം അവനെ കടിച്ചു. On his way, a lion took hold of him. ദൈവമക്കളെ എന്ത് സംഭവിച്ചു? What happened? എന്തുകൊണ്ട് അപകടം സംഭവിച്ചു? Why was in danger? എന്തുകൊണ്ട് മരണം സംഭവിച്ചു? Why did he die? എന്താണ് ദൈവാത്മാവ് സംസാരിച്ചത്? What did the Spirit of God നീ speak? വന്ന വഴിയെ പോരുത്, Return not in the same way you came. ഒരു ദൈവം പറഞ്ഞിരിക്കുന്ന വഴി എത്തി പോകണം. But you had to go in the same way which God has ഇന്ന് commanded. പോൽക്കാലം ദൈവാത്മാവ് നമ്മോട് This സംസാരിക്കുന്നു. morning the Spirit of God is speaking നീ to വന്ന us. വഴിയെ, വന്ന ചിന്തയിൽ, വന്ന വിചാരത്തിൽ, വന്ന നടപ്പിൽ, വന്നിരിക്കുന്ന സ്വഭാവത്തിൽ ഒരിക്കലും നീ പോകാതെ ഒരു പുതിയ സൃഷ്ടിയായി, പുതിയ മനുഷ്യനായി മടങ്ങിപ്പോന്നെങ്കിൽ അവരോട് കർത്താവ് നിശ്ചയം ഉണ്ടായിരിക്കും. അതാണ് ജീവന്റെ പ്രമാണം. Not in the way, not in the thought, not in the same way which you have come. You have to return. You have to go as a new man. And if it be so, the law of grace will be found with you. പഴയ സ്വഭാവങ്ങളെ പ്രവൃത്തിയോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് പരിജ്ഞാനത്തിന് പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ നീ ധരിച്ചോളണം. We have to remove all the old natures with all his old natures, and you have to put on Christ with and putting putting him Christ with his knowledge. പഴയതെല്ലാം നീങ്ങിപ്പോയിടട്ടെ, ആത്മാ പുതുക്കത്തിൽ സകലവും പുതുതാകട്ടെ. അത് പാട്ടറിയാമെങ്കിൽ ഒന്ന് കൈയടിച്ച് പാടാമോ? പഴയതെല്ലാം നീങ്ങിപ്പോയിടട്ടെ, ആത്മാ പുതുക്കത്തിൽ സകലവും പുതുതാകട്ടെ. ഗീതം പോൽ നമ്മെ നടത്തിടുവാൻ തന്റെ ബലമുള്ള കരത്തിങ്കിൽ താണിരിക്കാം. തിരുഗീതം പോൽ നമ്മെ നടത്തിടുവാൻ തന്റെ ബലമുള്ള കരത്തിങ്കിൽ താണിരിക്കാം. പഴയതെല്ലാം ഇനി പോയിടട്ടെ, ആത്മപുതുക്കത്തിൽ സകലവും പുതുതാകട്ടെ. 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ സ്വഭാവങ്ങളെ നീക്കി നീ കടന്നു പോകുന്ന വഴി ഒരു പുതിയ വഴിയെ കൂടെ കടന്നു പോകണം. Removing all your old natures, you have to return in a new way. അതാണ് ഉത്സവം. And this is a feast. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു വിടട്ടെ. Due to lack of time, I would like to press on. ഉത്സവം ആചരിക്കുമ്പോൾ A feast means നീ യാഗം അർപ്പിക്കണം. you have to offer a sacrifice. എസെക്കിയേൽ പ്രവചനം 45:17 വാക്യം. Ezekiel chapter 45 and verse 17. ഉത്സവങ്ങളിലും അമാവാസികളിലും ശബത്തുകളിലും ഇസ്രായേൽ ഗൃഹത്തിന്റെ ഉത്സവ സമയങ്ങളിലൊക്കെയും ഹോമയാഗങ്ങളും ഭോജനയാഗങ്ങളും പാനീയയാഗങ്ങളും കഴിപ്പാൻ പ്രഭു ബാധ്യസ്ഥനാകുന്നു. It's the prince part to give all these. ദൈവമക്കളെ, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ഓരോ ദൈവമക്കളും ദൈവത്തിന്റെ പ്രമുഖന്മാരാണ്. Each and every child of God who received the anointing of the Holy Ghost is the prince of God. ഇവിടെ അകത്യത്തിന് പാപത്തിന് പരിഹാരം വരുത്തിയിട്ട് സമാധാനം യാഗം അർപ്പിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. We have come here having our iniquity being purged, all our transgressions being purged, and offer a peaceful offering. നമ്മുടെ അകത്യം മുഴുവനും നമ്മുടെ കർത്താവിന്മേൽ ചുമക്കണം. All our iniquity we had to bear it upon our Lord. അവൻ നമ്മുടെ അകത്യങ്ങളെ വഹിച്ചു. He bore our iniquities. നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. He bore our sicknesses. നമ്മുടെ ശാപങ്ങളെ അവൻ വഹിച്ചു. He bore our curses. എല്ലാറ്റിനും പരിഹാരം വരുത്തിയിരിക്കുന്നു. And he has brought an end to all these. ദൈവമക്കളെ, അകത്യത്തിന് പരിഹാരം നമ്മുടെ കർത്താവിന് കൂടെ മാത്രമാണ്. Dear children of God, our Lord Jesus is the only solution for our transgressions. അകത്യത്തിന് പരിഹാരം വരുത്തിയിരിക്കുന്നു. He has brought an end to for all our iniquities. നമ്മൾ ഇന്ന് അർപ്പിക്കേണ്ട യാഗം ഏതാണ്? What is a sacrifice which we have to offer today? ഹോമയാഗം, a burnt offering, a meat offering, അകത്യയാഗം, a sin offering, പാനീയയാഗം,
a drink offering, സമാധാനയാഗം. an offering of peace. ഒടുവിൽ അർപ്പിക്കേണ്ടത് സമാധാനയാഗം And അർപ്പിക്കും. at last we have to offer a peaceful offering. റോമലേഖനം Romans 12:1 chapter 12 and verse 1. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. വായിച്ചാട്ട്. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തെ പ്രസാദമുള്ള യാഗമായിട്ട് സമർപ്പിക്കണം. Our bodies we have to present it as a living sacrifice, holy, acceptable unto God. ദൈവത്തിന് സ്തോത്രം. Praise be to God. നമ്മുടെ ജീവിതത്തെ ദൈവമക്കളെ, നമ്മുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് നമ്മുടെ ശരീരത്തെ നമ്മൾ സമർപ്പിക്കുന്നുവെങ്കിൽ അവിടെയാണ് ദൈവമക്കളെ ദൈവം മാനിക്കുന്ന അനുഭവം. അതാണ് ഉത്സവം. Dear children of God, if we are able to present our bodies as a living sacrifice, holy, acceptable to God, which is a reasonable service, then this is a true feast and we will be honored by God. ദൈവത്തിന് സ്തോത്രം. Praise be to God. അതുകൊണ്ട് ദൈവമക്കൾ ഇന്ന് അർപ്പിക്കുന്ന യാഗം സമാധാന യാഗമാണ്. Therefore the offering which we have to make today is an offering of peace. സമാധാന യാഗം അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ, നിന്റെ ജീവിതത്തിന് ദൈവവചനത്താൽ നിനക്ക് അകത്യങ്ങൾക്ക് പരിഹാരം ഉണ്ടായി സമാധാനം ലഭിച്ചിരിക്കുന്നവർ, സമാധാനത്തോടുകൂടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിവുള്ളവർ കര ഉയർത്തി സമാധാനത്തോടെ ഒരു നിമിഷം ദൈവമക്കൾ സ്തോത്രം ചെയ്താട്ടെ. Praise the Lord. Hallelujah. 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 സമാധാനത്തോടുകൂടെ കർത്താവിന്റെ സന്നിധി വന്ന് ആരാധിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഈ ഒരു മനോഹരമായ ഷെഡൊക്കെ നമുക്ക് തന്നത്. This beautiful shed God has given us that we might worship him in peace. നമ്മുടെ പാസ്റ്റർ വന്ന സമയത്തേ എന്നോട് പറഞ്ഞു, ഇവിടെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന് പദ്ധതി എന്റെ ഹൃദയത്തിലുണ്ടെന്ന് പറഞ്ഞു. Right from the time when our pastor came here, he told me I have such a plan, dear pastor, in my mind. പാസ്റ്റർ ഹൃദയത്തിൽ ചിന്തിച്ച വിഷയം ദൈവം അത് സഫലമാക്കി. That which our pastor decided in his heart, our God fulfilled. ഇവിടെയുള്ള ദൈവമക്കൾ അതിന് കൈത്താങ്ങായിരുന്നു. All the children of God truly supported it. അവരുടെ ദൈവമക്കൾ ആത്മാർത്ഥമായി സഹകരിച്ചു. Truly, sincerely, the children of God too. സ്വസ്ഥമായി ദൈവസന്നിധിയിൽ ആരാധിക്കാൻ ദൈവം നമുക്ക് ഇടം തന്നല്ലോ. God has enabled us to worship him peacefully. ഇതുപോലെ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിലും വാസ്തവമായിട്ട് സ്വസ്ഥതയോടെ കർത്താവിനെ ആരാധിപ്പാൻ വേണ്ടി ഒരു പുതിയൊരു പണി നമ്മൾ ചെയ്യണം. Even so, dear children of God, that we may worship God in our body, we have to do a work. പഴയതിനെ മൊത്തം നീക്കണം. All the old nature should be cast off. നമ്മുടെ ശരീരത്തെ മുഴുവനുമായി ശുദ്ധീകരിക്കണം. Holy, our body should be sanctified. പഴയത് നീക്കപ്പെടുന്ന പറയുന്നത് വിശുദ്ധീകരിക്കപ്പെടുന്ന The അനുഭവമാണ്. old natures are removed, signifies a sanctified state. യാഗം അർപ്പിക്കുമ്പോൾ അവിടെ ദഹിപ്പിക്കേണ്ടതൊക്കെ ദഹിപ്പിക്കുക. When you offer a sacrifice, all those which has to be burnt is burnt. നമ്മുടെ സകല അകൃത്യത്തെയും പാപത്തെയും ദൈവമക്കളെ കർത്താവ് വഹിക്കുകയുണ്ടായിരുന്നു. Our God bore all our iniquity and sins. അതുകൊണ്ട് നമുക്ക് നമ്മൾ സന്തോഷിച്ച് സമാധാന യാഗം അർപ്പിക്കാം. Therefore, with joy we have to offer a peace offering. സഭയിൽ ആരാധിക്കാൻ വരുമ്പോൾ സമാധാനത്തോടെ ആരാധിക്കാം. When we come to worship God in the church, we have to worship in peace. വീട്ടിൽ ആരാധിക്കുമ്പോൾ സമാധാനത്തോടെ ആരാധിക്കാം. When you worship God in your house, you have to worship in peace. ദൈവമക്കളെ, കർത്താവിന് വേണ്ടി സ്തുതിച്ച് മഹത്വപ്പെടുത്തി ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ കലക്കത്തോടെ ഒരിക്കലും ആരാധിക്കരുത്. Never the children of God who worship God should worship with trouble. ഞാൻ കല്യാണ ശുശ്രൂഷയ്ക്കൊക്കെ പറയാറുണ്ട്, വീട് പ്രതിഷ്ഠ നടത്തുമ്പോൾ പറയാറുണ്ട്. Even during house dedications and wedding service, I used to say, എന്റെ വീട്ടിൽ ചെന്നപ്പോൾ when I went to a particular house, 4 ബെഡ്റൂം ഉള്ളായ ഒരു വീട്. it had 4 bedrooms. ഒരു ബെഡ്റൂമിന്റെ ഒരു മോളിൽ എഴുതിയിരിക്കുന്ന പ്രയർ റൂം എന്ന്. And above a particular room it was written prayer room. ഞാൻ അകത്തേക്ക് നോക്കിയപ്പോൾ when I went in, നല്ല മനോഹരമായി മാറ്റി വെച്ചിട്ടുണ്ട്. beautiful mats were spread. ഒരു സൈഡിൽ ഓർഗൻ ഇരിപ്പുണ്ട്. At one side organ was kept. മറ്റൊരു സൈഡിൽ ഡ്രം ഇരിക്കുന്നു. And drum was kept at another side. ബൈബിൾ നിരത്തി വട്ടം വെച്ചിട്ടുണ്ട്. And each and everyone's Bible wall too was kept there. ഞാൻ ചോദിച്ചു, I asked, എങ്ങനെ നല്ല ഇത് കണ്ടിട്ട് സന്തോഷമായിരിക്കുന്നുള്ളത് പറഞ്ഞു. I'm very happy on seeing this. അറിയാമോ, Do you know what that particular person said? ഒരു കാത്തിരിപ്പ് നടത്തുന്ന പോലെയാണ് പാസ്റ്റർ. Dear pastor, our worship is similar to a tarrying meeting. 2 മണിക്കൂർ ഞങ്ങൾ ദൈവസന്നിധിയിൽ ആരാധിക്കും. We sit in the presence of God 2 hours. ആ വീട്ടിൽ ഒരു സാത്താന ചരക്കുകളോടില്ല. No satanic tricks were found in that house. അവർക്കായി യേശു വേഗം വരും. And for such ones Jesus is coming soon. For such ones Jesus is coming soon. For such ones Jesus is coming soon. പേരിന് വേണ്ടി
എല്ലാ മുടിലോകത്തിന്റെ വേലയ്ക്ക് വേണ്ടി, മുടിലോകത്തെ ജനങ്ങൾക്ക് വേണ്ടി, കർത്താവെ മക്കൾക്ക് വേണ്ടി, മരുമക്കൾക്ക്, കൊച്ചുമക്കൾക്ക് വേണ്ടി, അയൽവാസികൾക്ക്, ദേശവാസികൾക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിന്റെ ആമീൻ എന്ന് പറഞ്ഞിരിക്കുന്നവനല്ല സ്വർഗ്ഗത്തിൽ പോകുന്നത്. മനസ്സിലിരുന്ന് ദൈവമക്കളെ ആത്മാവിൽ പ്രാർത്ഥിച്ച് അനേക ദൈവമക്കൾക്ക് വേണ്ടി, നശിച്ചു ആത്മാക്കൾക്ക് വേണ്ടി രാമകൾ പ്രാർത്ഥിച്ച്, നിന്റെ സന്തതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, വേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുന്നു പറഞ്ഞു പോകുകയല്ല. ഒരു വിഷയം പറഞ്ഞിട്ട് ആത്മാവിൽ പോരാടി 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 പ്രാർത്ഥിച്ച ദൈവമക്കൾ ആത്മാവിൽ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുവെങ്കിൽ അതാണ് ദൈവം ആഗ്രഹിക്കുന്ന ആരാധന, യാഗം. ദൈവവും അത് മാനിക്കട്ടെ. അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു കരമുയർത്തി അല്ലേ പറയട്ടെ. 2 മണിക്കൂറില്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ആരാധന ഉണ്ടായിരിക്കും. Even if you do not worship God for 2 hours, at least for 1 hour you have to make a family prayer. ദൈവത്തിന് സ്തോത്രം. Praise be to God. ഒരു വിഷയം കൂടെ പറഞ്ഞു ഞാൻ നിർത്താം. With one more point I'd like to wind up. അനവധി കാര്യങ്ങൾ ഇനിയുണ്ട്. We have many points yet to mention. ദൈവസന്നിധിയിൽ നീ വരുമ്പോൾ അടുത്തതായിട്ട് പറയട്ടെ, ദൈവസന്നിധിയിൽ വരുമ്പോൾ നീ വെറും കൈയായിട്ട് വരരുത്. Nextly, when you come to the presence of God, you should never come empty handed. ആവർത്തനം 16:16-17 വായിക്കും. Deuteronomy chapter 16 verse 16 and 17. ആവർത്തനം 16:17. നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിന്റെ ആണുങ്ങളൊക്കെയും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളിലും വാരോത്സവത്തിലും കൂടാര പെരുന്നാളിലും ഇങ്ങനെ സംവത്സരത്തിൽ 3 പ്രാവശ്യം അവന്റെ സന്നിധിയിൽ വരേണം. എന്നാൽ യഹോവയുടെ സന്നിധിയിൽ വെറും കൈയായി വരരുത്. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിട്ടുള്ള അനുഗ്രഹത്തിന് തക്കവണ്ണം ഓരോരുത്തൻ താന്റെ പ്രാപ്തി പോലെ കൊണ്ടുവരണം. വെറും കൈയായിട്ട് വരരുത്. നിങ്ങൾ വിചാരിക്കുമ്പോൾ ദശാംശത്തിന്റെ കാര്യം പറയാൻ പോകുന്നല്ല, ഞാനത് പറയാൻ പോവല്ല. നീ വെറും കൈയായിട്ട് വരുന്ന പറഞ്ഞതിന്റെ അർത്ഥം പുതിയ തീരുമാനത്തോടും പ്രതീക്ഷയോടും മാത്രമേ വരാവുന്ന അർത്ഥം. അതാണ് You should never come empty handed to the presence of God. Means that you should come with determinations and new decisions. ദൈവസന്നിധി വരുന്ന വ്യക്തികൾ പുതിയ തീരുമാനത്തോടും പ്രതീക്ഷയോടുകൂടെ ദൈവസന്നിധി വരണം. Children of God who come to the presence of God should come with new decisions and new consecration. നീ ദൈവസന്നിധി വരുമ്പോൾ ഒരു ബൈബിളുമായിട്ട് വരണം. When you come to the presence of God, you have to come with a Bible. പുതിയ ഹൃദയം സമ്പാദിക്കാൻ താല്പര്യത്തോടെ തീരുമാനത്തോടെ നീ വരണം. You have to come with a determination to receive a new heart. ഒരു പുതിയ പ്രതിഷ്ഠയോടുകൂടെ ജീവിക്കാനായിട്ട് നീ വരണം. You have to come with a consecration in order to live a new life. പുതിയ തീരുമാനമെടുത്ത് ജീവിക്കാനായിട്ട് നീ വരണം. You must come with a desire to take a new decision. എല്ലാരും പോന്നല്ലോ, ഞാനും പോയേക്കാന്ന് പറഞ്ഞിട്ട് വരുന്ന അനുഭവമല്ല ഇത്. This is not an experience in which you come as if other people come. ഇന്നലെ രാത്രി പ്രസംഗിച്ച കേട്ടതുപോലെ Last night we heard being preached. ആരാധിക്കാൻ കടന്നു വരും. കൺവെൻഷൻ വരുന്നല്ലോ, കുറച്ച് പൈസ കൊടുത്തിട്ട് എന്താണ് ചുറ്റിക്കറങ്ങി നടക്കുന്ന ആരാധനയല്ല, അതൊന്നും ദൈവം മാനിക്കുന്ന ആരാധനയല്ല. This is not a type of worship in which we come and give some sum of money and just roam about. നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ വേറെ ലൈനിൽ കർത്താവ് കൊടുക്കും. If you do not give, God will arise many. അത് പണമല്ല നമുക്ക് ആവശ്യം. Do we need money alone? ദൈവമക്കൾ ശ്രേഷ്ഠരായി കർത്താവിന്റെ വരവിൽ കാണപ്പെടണം. Children of God should be found remarkable and found in the coming of the Lord. എന്തെങ്കിലും കാണി കൊടുത്തിട്ട് പോയതുകൊണ്ട് എന്താ അർത്ഥം? എന്താണ്? What does it profit to you just giving tithes? നീ നശിച്ചു പോയാൽ എന്താ അർത്ഥം? If you perish, what does it mean? അതുകൊണ്ട് ദൈവമക്കളെ, കർത്താവിന്റെ ശുശ്രൂഷയുടെ വിശ്വാസിയെ നമ്മുടെ പുതിയ തീരുമാനവും പ്രതീക്ഷയും നമുക്ക് പുതുക്കിക്കൊണ്ട് നമുക്ക് കടന്നു പോകാം. Therefore, dear servant of God, dear believer, this morning let us renew all our decisions and consecration and return. എന്താണ് വായിക്കുന്നത്? What did we read? 66 സങ്കീർത്തനം 13 വാക്യം. Psalm 66 and verse 13. 66 സങ്കീർത്തനം 13 വാക്യം. ഞാൻ ഹോമയാഗങ്ങളും കൊണ്ട് നിന്റെ ആലയത്തിലേക്ക് വരും. ഹോമയാഗം കൊണ്ട് നിന്റെ ആലയത്തിലേക്ക് വരും. എന്റെ നേർച്ചകളെ ഞാൻ നിനക്ക് കഴിക്കും. എന്റെ നേർച്ചകളെ നിനക്ക് കഴിക്കും. അതുകൊണ്ടാ വരേണ്ടത് കേട്ടോ. That's why I mentioned this. കുറച്ച് കാണിക്ക കൊണ്ട് കൊടുക്കണമെന്നല്ല പറയുന്ന അർത്ഥം. I do not say that you should just come and give some tithes. കൊടുക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല. I do not say you should need not give. According to your revelation you can do പ്രമാണം. But this is not our law. നിങ്ങൾ ഹോമയാഗം കൊണ്ട് വാക്യം. ഞാൻ ഹോമയാഗങ്ങളും കൊണ്ട് നിന്റെ ആലയത്തിലേക്ക് വരും. ഹോമയാഗം കൊണ്ട് നിന്റെ ആലയത്തിലേക്ക് വരും. എന്റെ നേർച്ചകളെ ഞാൻ നിനക്ക് കഴിക്കും. എന്റെ നേർച്ചകളെ നിനക്ക് കഴിക്കും. I will go into thy house with burnt offerings. I will pay thee my vows. സംഗീതക്കാരൻ പറയുന്നത് പോലെ പറയാം. As the psalmist says, let us ഞാൻ sing. ഹോമയാഗം കൊണ്ട് നിന്റെ ആലയത്തിലേക്ക് വരും. I will go into thy house with burnt ഞാൻ offerings. എന്റെ നേർച്ചകളെ കഴിക്കും. I will pay my vows. നമുക്ക് ദൈവമക്കളെ ഉത്സവം ആചരിക്കാം. Dear children of God, let us keep a feast. നമ്മൾ എന്താണ് വചനം വായിക്കുന്നത്? ഫസ്റ്റ് വാക്യം എന്താണ്? What was the first verse which we read? നമ്മൾ ദൈവമക്കളെ ഉത്സവം ആചരിക്കാൻ വന്നിരിക്കുന്നവരാണ്. All we have come in order to keep a feast. ആ വാക്യം വായിച്ചാട്ടെ. യെശയ്യാവ് 33:20. നമ്മുടെ ഉത്സവങ്ങളുടെ നഗരമായ സിയോനെ നോക്കുക. നഗരമായ സിയോനെ നോക്കുവീൻ.
Let us look up unto Zion, the city of all ആ solemnities. സിയോന്റെ മനോഹരത നമുക്ക് നോക്കാം. See the beauty seen in Zion. ഉത്സവ നഗരമായിരിക്കുന്ന യെരുശലേമിനെ നോക്കുവീൻ. You look the city of solemnities, Jerusalem. അതിന്റെ സൗന്ദര്യത്തെ നമുക്ക് നോക്കാം. Let us enjoy the beauty of it. യോഹന്നാൻ അപ്പോസ്തലൻ ഇങ്ങനെ കാണുന്നു. John the apostle sees in this manner. പുതിയ യെരുശലേം വിശുദ്ധ നഗരം ഭർത്താവിനാൽ അലങ്കരിച്ചിരിക്കുന്ന മണവാട്ടി പോലെ ഒരുങ്ങി ദൈവസന്നിധി ഇറങ്ങുമെന്ന് ഞാൻ കാണുകയാണ്. He sees the holy city, New Jerusalem, coming down from God out of heaven, prepared as a bride down for her husband. ഹല്ലേലൂയ. ആ പുതിയ അനുഭവത്തിലേക്ക്, ആ പുതിയ യെരുശലേം സ്വർഗ്ഗ സിയോൻ അവകാശമാക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമീകരിക്കാം. Let us formulate our lives in order to inherit the Jerusalem. ഉത്സവം തോറും കാരാഗ്രഹത്തിലായിരിക്കുന്ന ഒരു വ്യക്തി വിട്ടുകൊടുക്ക പതിവാണ്. It was a custom in those days that a man being in prison was set free. പ്രിയ ദൈവമക്കളെ, നമുക്ക് നമ്മെ ബന്ധിച്ചുകൊണ്ടിരിക്കുന്ന സകല ബന്ധനത്തിൽ നമുക്ക് വിടുതൽ പ്രാപിക്കാം. ഉത്സവം നമുക്ക് ആചരിക്കാം. Let us be delivered out of all the bindings which is found in us, and let us observe a feast. ഉത്സവസ്ത്രം ഇന്ന് പോർക്കാലം ഇതാ ഉത്സവത്തിൽ വന്നിരിക്കുന്ന ദൈവമക്കളെ, നിന്നെ ഉത്സവസ്ത്രം ധരിപ്പിച്ച് ഒരു പുതിയ അനുഭവത്തിലേക്ക് നയിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. Dear children of God who have come to the presence of God in order to keep a feast, our Lord desires this morning to send you back with a new experience, being clothed with a garment of feast. നമുക്ക് പുളിപ്പില്ലായ്മയിൽ ഉത്സവം ആചരിക്കാം. പഴയ സ്വഭാവങ്ങളെ എല്ലാം നീക്കി വിശുദ്ധത്തോടുകൂടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. Let us observe the feast with unleavened bread and cast away all our old natures. ആമേൻ. വരുന്ന വഴിയെ മടങ്ങിപ്പോകാതെ ഒരു പുതിയ പാതയിൽ കൂടെ, പുതിയ വഴിയിൽ കൂടെ, അഥവാ യേശുവിന്റെ പാത ആയ വിശുദ്ധിയുടെ പാതയിൽ കൂടെ, നിർമ്മലമായ പാതയിൽ കൂടെ, ആ പഴയ പാതയിൽ കൂടെ, ആ ശ്രേഷ്ഠമായ ആലോചനയെ കൂടെ നമുക്ക് കടന്നു പോകാം. Not the way which we came, but the new way, the way of Christ, the way of holiness, the way of God. Let us press forward. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിശുദ്ധിയുടെ പാതയിൽ പോകാൻ ആഗ്രഹിക്കുന്നവരെല്ലാം മുടങ്ങാൽപടക്ക് കണ്ട് പ്രാർത്ഥിച്ചാൽ All those who decide to press forward into that path of holiness, close your eyes and be on your knees. നീ ഒരു പുതിയ പാതയെ കൂടെ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവരെ നിശ്ചയമായി ഇത് പോൽക്കാൻ യേശു ബാധിക്കാൻ പോകുകയാണ്. The old God is going to change you if you decide to go in that new way. വിശുദ്ധീകരണത്തോടുകൂടെ നിന്റെ സകല ആർത്യങ്ങളെയും പാപങ്ങളെ നീക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് പോൽക്കാലം ഉത്സവസ്ത്രം ധരിപ്പിക്കാൻ പോകുകയാണ്. All those who decide to cast away all your old natures and get sanctified, our God is going to clothe you a new raiment. വിശുദ്ധിയോടെ നിർമ്മലതയോടെ നമുക്ക് ജീവിതം ചെയ്യാം. Let us live with purity and holiness. പ്രത്യാശയോടെ നമുക്ക് ജീവിതം Let us ചെയ്യാം. live with hope. ഒരു തീരുമാനത്തോടെ കർത്താവിലേക്ക് With a new അടുക്കാം. decision, let us come nigh unto ഈ വചനം God. ഇന്ന് പൗർക്കാലം ദൈവാത്മാവ് നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. This word, the Spirit of God is truly speaking to you. ദൈവാത്മാവ് ഇങ്ങനെ The സംസാരിക്കുന്നു. Spirit of God speaketh in this manner. നിന്റെ വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ചെറിയ ഗ്രൂപ്പിനെ കർത്താവ് കണ്ടുകൊണ്ടിരിക്കുന്നു. God sees a small group who giveth priority to the word of God being proclaimed. ഞാൻ അവരെ ഉണർത്തുവാൻ പോകുകയാണെന്ന് കർത്താവിന്റെ ആത്മാവ് The സംസാരിക്കുന്നു. Spirit of God speaks that I am going to revive him. ആ ചെറിയ ഗ്രൂപ്പ് പെട്ടവർ ആരാണ്? Who is found in that small group? ആ ചെറിയ ഗണത്തിൽപ്പെട്ടവർ ആരാണ്? Who is found in that small group? കണ്ണുകളെ മൂടി അവർ മാത്രം കൈ ഉയർത്തട്ടെ. Close your eyes and let them alone lift up their hands. ആ ചെറിയ ഗ്രൂപ്പിനെ യേശു കാണുന്നുണ്ട്. Jesus sees a small group. പുതിയ തീരുമാനത്തോടെ, പുതിയ പ്രതിഷ്ഠയോടെ കർത്താവിലേക്ക് അടുത്തിയല്ല. With a new decision and a new consecration, let us draw nigh unto നമ്മുടെ God. വഴിയല്ല, ദൈവത്തിന്റെ വഴിയിൽ കൂടെ കടന്നു പോകാൻ Not in our തീരുമാനിക്കാം. own way. Let us make a decision to press forward in a God's way. യേശുവിന്റെ വിശുദ്ധിയുടെ വഴിയിൽ കൂടെ പോകുവാൻ Let തീരുമാനമെടുക്കാം. us take a decision to press forward in the way of holiness. പുതിയ പ്രതിഷ്ഠയോടെ, തീരുമാനത്തോടെ കടന്നു പോകാൻ നമുക്ക് തീരുമാനമെടുക്കാം. Let us take a decision to go forward with a new decision and with a new consecration. നിന്റെ സകല ഹാർത്യത്തിനും ഇന്ന് പോർക്കാലം പരിഹാരം വരുത്തുന്നു. This morning, God is going to bring an eternal solution for all your നിന്റെ iniquity. പാപത്തിന് ഇന്ന് പോർക്കാലം പരിഹാരം വരുത്തുന്നു. This morning, for your sin, He is going to bring a solution. നിന്റെ ശാപത്തിന് ഇന്ന് പോർക്കാലം പരിഹാരം വരുത്തുന്നു. This morning, a solution is going to be made for all your curse. ഓ റബക്കച്ചിനാത്തിനാൽ നിന്റെ രോഗത്തിന് ഇന്ന് പോർക്കാലം പരിഹാരം വരുത്തുകയാണ്. This morning, God is going to bring an end for all your sicknesses. ദൈവാത്മാവ് പറയുന്നു, The Spirit of God speaks. പഴക്കം ചെന്ന പഴയ രോഗമായിരിക്കാം. You might be found with a chronic illness. എത്ര വർഷക്കാലം കൊണ്ട് നീ ചികിത്സ ചെയ്തിട്ട് മാറാത്ത രോഗമായിരിക്കാം. This might be a sickness chronically ill, having taken treatment for long. ഇനി രക്ഷയില്ലെന്ന് ചിന്തിച്ചിരിക്കാം. You might think that you had never be able to give up it. ഇന്ന് പോർക്കാലം ദൈവാത്മാവ് But സംസാരിക്കുന്നു. this morning, the Spirit of God is speaking to you. നിന്റെ സകല വ്യാധികളെയും പരിഹരിച്ച് സൗഖ്യമാക്കി അയക്കുവാൻ നമ്മുടെ കർത്താവിന്റെ കരം ഇന്ന് പോർക്കാലം നിനക്ക് വേണ്ടി അവൻ നീട്ടുകയാണ്. The hand of our Lord is being set forth in our midst in order to deliver you out of your sicknesses and send you back. വിശ്വസിക്കുന്നവർ, All those who believe, പഴയ
രോഗമോ പഴയ തെറ്റുകളോ പാപങ്ങളോ തെറ്റുകളോ പരാജയങ്ങളോ എന്തുമാകട്ടെ, ഇന്ന് പോർക്കാലം നിനക്ക് ഇന്ന് പോർക്കാലം പരിഹാരം കർത്താവ് വരുത്തി തരാൻ പോകുകയാണ്. Whatever let it be, it might be your own sickness, your own sins, your own iniquity, but this morning our God is going to put to end all these things. അത് വാഞ്ചിക്കുന്നവർ കര ഉയർത്താമോ? All those who desire, please lift up your hands. എന്റെ കർത്താവ് എന്റെ പാപത്തിന് മാത്രമല്ല സകല രോഗത്തിനും പരിഹാരിയാണ്. Not only for my sin, but my Lord is my only solution for all my sicknesses too. ഇന്ന് പോർക്കാലം നിന്റെ സകല അകൃത്യത്തിനും പരിഹാരം വരുത്താൻ പോകുകയാണ്. Our God is going to bring an end to all your iniquity. നിന്റെ ശാപത്തിനും മാത്രമല്ല നിന്റെ സകല രോഗത്തിനും യേശു പരിഹാരിയാണ്. Not only for all your curses, but all your sins too. Our God is able to bring to an end. അത് വാഞ്ചിക്കുന്നവർ ഇന്ന് പോർക്കാലം എന്റെ കർത്താവിനെ സൗഖ്യമാക്കുന്നു വിശ്വസിക്കുന്നവർ മാത്രം ഉടകാലം നിന്ന് കര ഉയർത്തട്ടെ. All those who desire it, all those who believe that this morning my God is going to heal me, be upon your knees and lift up your hands. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെറുതെ നിൽക്കുന്ന വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിന്നാട്ട്. If you have faith alone, be on your knees. അവർ കർത്താവിന്റെ കരം നീട്ടി ഇന്ന് പോർക്കാലം സൗഖ്യമാക്കാൻ പോകുകയാണ്. This morning is God with His stretched forth hand, God is going to heal you. നിന്റെ കരം ഉയർത്തിയിരിക്കുമ്പോൾ നിശ്ചയമായും കർത്താവിനെ കാണുന്നു. നിന്റെ പഴയ രോഗത്തെയും സകല വ്യാധികളെയും ഇന്ന് പോർക്കാലം തുളച്ചു മാറ്റാൻ പോകുകയാണ്. When your hand is lifted up, our God truly sees your hand, all your old sin, all your old sicknesses, God is going to bring to an end and heal you. ഉത്സവത്തിന് വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് പോർക്കാലം നിനക്ക് വിടുതലുണ്ട്. Dear children of God, you come to keep the feast this morning, you have a deliverance. അത്ഭുതകരമായി നിനക്ക് ഇന്ന് പോർക്കാലം സൗഖ്യം തരാൻ പോകുകയാണ്. God is going to heal you miraculously this morning. വിശ്വസിക്കുന്നവർ കര ഉയർത്തിയാട്ടെ. Those who believe, please lift up your hands. ശക്തമായി പ്രാർത്ഥിക്കുമേ. Pray aloud. ദൈവ ശക്തി ഇന്ന് പോർക്കാലം ഇറങ്ങട്ടെ. The power of God descend this morning. നീ ശക്തിയാൽ നിറയുമ്പോൾ ആ ശക്തി നിന്റെ രോഗത്തെ ഇതാ തുളച്ചു മാറ്റുകയാണ്. When you get filled with the power this morning, that power is going to take away all your sicknesses. ദൈവശക്തി നിന്റെ ശരീരത്തിൽ വരുമ്പോൾ ആ ശക്തിയാൽ നിന്റെ രോഗം വിട്ടുമാറാൻ പോകുകയാണ്. The power of God comes upon you, that power will take away all your sicknesses. നിന്റെ മേൽ ശക്തി വരുമ്പോൾ ദൈവം നിന്നെ അംഗീകരിച്ചു എന്ന അർത്ഥമാണ്. When the power of God comes upon you, it means that God has accepted you. കർത്താവിന്റെ ആത്മാവ് സംസാരിക്കുന്നു. രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട, എന്റെ ശക്തി അയച്ച് ഞാൻ അവനെ സൗഖ്യമാക്കാൻ പോകുകയാണ്. The Spirit of God speaks that all those who pray for healing this morning, I'm going to send my power and heal you. ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ അയച്ച് ഞാൻ സൗഖ്യമാക്കാൻ പോകുകയാണ്. God is going to send His power and heal us. യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ